ശ്രീമദ് ഭാഗവതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 15-ാമത്തെ അധ്യായമായിട്ട് പരീക്ഷിത്തിൻ്റെ രാജ്യാഭിഷേകവും പാണ്ഡവരുടെ സ്വർഗാരോഹണവുമാണ്. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് കൃഷ്ണനോടൊപ്പം അർജുനൻ പോയിട്ട് ഒരു 7 മാസമായിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഭീമനെ വിളിച്ച് പല നിമിത്തങ്ങളെപ്പറ്റിയും ദുർനിമിത്തങ്ങളെപ്പറ്റിയും എല്ലാം പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനൻ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ മുഖേലൊരു വല്ലാത്ത മാതിരിയായിട്ട് കയറി വന്നു. അപ്പം വന്നപാടെ എന്തെല്ലോ സംശയങ്ങളുള്ളത് കൊണ്ട് ആകെ ആ കുടുംബത്തെപ്പറ്റി, ആ ദേശത്തെപ്പറ്റി, ആ ദേശത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരെ പറ്റിയെല്ലാം അവർക്ക് സുഖമാണോ ഇവർക്ക് സുഖമാണോ എന്നെല്ലാം ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പോൾ 1:2 സൂതൻ പറയുന്നു, ഇപ്രകാരമുള്ള ജ്യേഷ്ഠ സഹോദരനായ രാജാവിനാൽ തൻ്റെ ഭാവമാറ്റത്തിനെ കണ്ടുകൊണ്ടുന്നയിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പം വല്ലാതെ ഭാവമാറ്റം കണ്ടു അർജുനനിൽ. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചത്. കണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃഷ്ണൻ്റെ ഉറ്റ ചങ്ങാതിയായ അർജുനന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കൃഷ്ണന് പറയേണ്ട കാര്യം അത്രയും അങ്ങനത്തെ ഒരു വിഷമം പിടിച്ചതാണ്. അതുകൊണ്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ 3:4 മൺമറഞ്ഞു പോയ ഭഗവാന്റെ നേരെയുള്ള പ്രണയത്താൽ മൺമറഞ്ഞു പോയ ഭഗവാന്റെ, അപ്പം ഭഗവാൻ മറഞ്ഞുപോയി. അപ്പം ഭയങ്കര പ്രേമം അത്രയും ഉണ്ട്. അതുകൊണ്ട് വിവശനായ അർജുനൻ പ്രയാസപ്പെട്ട് കണ്ണുനീരെല്ലാം ഒതുക്കി നോക്കി. പറ്റാത്തപ്പോൾ കൈത്തലം കൊണ്ട് തുടച്ച് സഖാവായും സ്നേഹിതനുമായ കൃഷ്ണനെ ഓർത്തുകൊണ്ട് ജ്യേഷ്ഠരാജാവിനോട് പറഞ്ഞു. എന്നിട്ട് ജ്യേഷ്ഠരാജാവിനോട് പറയുകയാണ്, 5 ബന്ധുവായ കൃഷ്ണനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. ദേവന്മാരെ പോലും വിസ്മയിപ്പിക്കുന്ന എൻ്റെ മഹത്തായ തേജസ് അപഹരിക്കപ്പെട്ടു. ഞാനിങ്ങനെ ഇരിക്കുന്ന എന്താണ്? എൻ്റെ തേജസ്സല്ല അപഹരിക്കപ്പെട്ടു. ആര്? കൃഷ്ണനാൽ ഞാൻ എന്തായിപ്പോയി? വഞ്ചിക്കപ്പെട്ടു. എന്താണ് കാര്യമെന്ന് പറയുന്നുണ്ട്. എൻ്റെ 6 പറയുന്നു, പ്രാണചൈതന്യം നഷ്ടപ്പെട്ടാൽ അത് ജഡസമാനമാണ്. ഒരാളുടെ പ്രാണന്റെ ചൈതന്യം നഷ്ടപ്പെട്ടാൽ അത് പിന്നെ ജഡം കണക്കെയാണ് എന്നതുപോലെ അതാണ് എൻ്റെ അവസ്ഥക്ക് കാരണം. യാതൊരുവന്റെ വേർപാടിൽ ലോകം തന്നെ കാഴ്ചക്ക് ഇഷ്ടമല്ലാതായി തീരുന്നു. യാതൊരാളുടെ അവിടെ കൃഷ്ണനാണ്. കൃഷ്ണന്റെ വേർപാടിൽ എന്തു പറ്റും? ലോകം തന്നെ കാണാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുകയാണ് കൃഷ്ണൻ വേർപെട്ടു പോയി. 7 പാഞ്ചാല രാജാവിൻ്റെ ഗൃഹത്തിലെത്തി ഭ്രമത്താലും കാമത്താലുമെല്ലാം ദുർമതം പിടിച്ച രാജാക്കന്മാരെ മറികടന്ന് മത്സ്യരൂപത്തെ ഏത് പാഞ്ചാലിയെ കൈക്കലാക്കിയത്. അപ്പം പാഞ്ചാലി സ്വയംവരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ കുറേ രാജാക്കന്മാരെല്ലാം പാഞ്ചാലിയെ വരിക്കാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ അതിനൊന്നും അവർക്കൊന്നും സാധിച്ചില്ല. ഒരു മത്സ്യത്തിൻ്റെ കണ്ണിൽ എന്ത് വേണം? മുകളിൽ കിടക്കുന്ന ചറങ്ങുന്ന ഒരു മത്സ്യത്തിൻ്റെ ബിംബത്തിൻ്റെ കണ്ണിൽ വെള്ളത്തിൽ നോക്കിയിട്ട് അസ്ത്രമെയ്യണം. അങ്ങനെയാണ് പാഞ്ചാലിയെ വരിക്കേണ്ടത്. വെള്ളത്തിൽ നോക്കിയില്ല, ഛായയിൽ നോക്കിയിട്ട് വേണം കണ്ണിൽ എയ്യാൻ. അത് എയ്തതാരാണ്? അർജുനൻ. എങ്ങനെ? യാതൊരാളുടെ പിൻബലത്താലാണോ? അവിടെ അർജുനനിപ്പോൾ മനസ്സിലായി, ഞാൻ അത്രയും കഴിവപ്പം പ്രകടിപ്പിച്ചത് ആരുടെ പിൻബലത്തിലാണ്? കൃഷ്ണന്റെ പിൻബലത്തിലാണ്. ഇപ്പം എന്താണ് ആ പരീക്ഷണത്തിന് കാരണം?
ഇപ്പം നടക്കാൻ പോകുന്ന യുദ്ധം പാഞ്ചാല ദേശത്തിൻ്റെ ഇതായിട്ടാണ് ദേശം, അതിൻ്റെ ആണ് പാഞ്ചാലി. അതായത് പുരുഷനും പ്രകൃതിയാണ്. അപ്പം ആ പാഞ്ചാല ദേശത്തിൻ്റെ പുത്രിയായിട്ട് പാഞ്ചാലി എടുത്താൽ, അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് പാഞ്ചാലിനെ എടുക്കണം. ഏത് പ്രകൃതിനെ? പാണ്ഡവര് വിഭാവനം ചെയ്യുന്ന ദേശമായിട്ട് ഭാവിയിൽ ഉണ്ടാക്കുന്ന വ്യവസ്ഥിതിയെ വലിയ സാമ്രാജ്യമാണ് പാഞ്ചാലി. പുരുഷനും പ്രകൃതിയും പാണ്ഡവർ വിഭാവനം ചെയ്യുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിലെ പ്രകൃതിയാണ് പാഞ്ചാലി. ആ പാഞ്ചാലിനെ നേടാനാണ്. ആ പാഞ്ചാലിനെ നേടുക എന്ന് പറയുമ്പോൾ അത്തരം ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ പാഞ്ചാല ദേശം എന്ന് പറയുമ്പോൾ പാണ്ഡവർക്കാണ്. മനുഷ്യൻ ജീവിക്കേണ്ടത് 5 ഗുണങ്ങൾ കൊണ്ടാണ്. 5 അപ്പം കൊണ്ടാണെന്നെല്ലാം വേറെടുത്ത് പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് 5 ഗുണങ്ങൾ. എന്താണ്? ധർമ്മപുത്ര, ധർമ്മം, ബുദ്ധി, നീതിമാന്മാരായ ധർമ്മം, ബുദ്ധിയുള്ളവര് ബുദ്ധി കൊണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട്, ശരീരശക്തി കൊണ്ട്. ഇതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ 3 ഗുണവിശേഷങ്ങൾ. ധർമ്മം, ബുദ്ധി, ഇതെല്ലാം കൂടി 1, ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ ശരീരബലം, ശരീരശക്തി 3ആയി. പിന്നെ 2 എന്താണ്? കുലം, കുലമില്ലായ്മ, ലോകത്തെ മുഴുവൻ ഒരു തറവാടായിട്ട് കാണുവാനുള്ള ചിന്താഗതി ഉള്ളവർ. 5-മത്തത് സഹദേവൻ, സഹവാസം, എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഉള്ള ഒരു വ്യവസ്ഥിതിയാണ് ലോകത്തിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവകാശപ്പെട്ടതാണ് ഏത് ദേശം? പാഞ്ചാല ദേശം. അവരുണ്ടാക്കുന്ന വ്യവസ്ഥിതി, അതാണ് പാഞ്ചാലി. ഇപ്പോൾ പാഞ്ചാലിനെ നേടിയപ്പോൾ അമ്മ പറഞ്ഞതെന്താണ്? നിങ്ങൾ 5 പേരും തുല്യമായി വീതിച്ചെടുക്കുക. ആ വ്യവസ്ഥിതി എന്ന് പറഞ്ഞ ആ വ്യവസ്ഥിതിയിൽ എല്ലാവരും സമമാന്മാരാണ്. അവിടെ ഉണ്ടാകുന്ന ആ വ്യവസ്ഥിതിയിൽ ഉണ്ടാകുന്ന എല്ലാം തുല്യമായി വീതിച്ചെടുക്കണം. അവർക്കുള്ളതാണ് പാഞ്ചാല ദേശം. 5 പേർക്കുള്ള ആ ഒരു സ്വഭാവം, ആ വ്യവസ്ഥിതിക്കാണ് പാഞ്ചാലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് വ്യവസ്ഥിതിയാണെന്ന് ഞാനിനി പറയുന്നില്ല, ചിന്തിച്ചു പോയിക്കോളൂ. എല്ലാവരും തുല്യമായി കിട്ടുന്ന വിഭവം തുല്യമായി അനുഭവിക്കുക, അവർക്കുള്ളതാണ് ആ ലോകം. അതുകൊണ്ടാണ് നിങ്ങൾ 5 പേരും വീതിച്ചെടുത്തോ, തുല്യമായി പങ്കിട്ടെടുത്തോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് വേണ്ടത്. അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്ന ലോകം. ആ ലോകത്തിലേക്ക് വേണ്ടിയാണ് യുദ്ധം നടക്കുന്നത്. ആ നടക്കുന്ന യുദ്ധത്തില് ലക്ഷ്യം ഏതാണ്? ലക്ഷ്യം പണ്ടുള്ള രാമന്റെ കാലഘട്ടത്തിലുള്ള ലക്ഷ്യമുണ്ട്. നേരെ ശത്രു മുമ്പിൽ നിൽക്കുന്നത് ഉണ്ട്. പക്ഷെ ഈ വ്യവസ്ഥിതിയിൽ ശത്രു നേരെ ഇല്ല. മുന്നിലുള്ള ഇപ്പം ധൃതരാഷ്ട്ര കൊന്നത് കൊണ്ടൊന്നും കാര്യമായില്ല. ധൃതരാഷ്ട്ര കൊന്ന വേറൊരാളാടെ പിടിച്ചിട്ട്. കാരണം അതിൻ്റെ പിന്നിലൊരു വ്യവസ്ഥിതിയാണുള്ളത്. ആ വ്യവസ്ഥിതിനെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിനെ കൊന്നാല് ആ സ്ഥലത്ത് വേറൊരു കക്ഷി വരും. കാരണം പണ്ട് നക്സൽവാദികൾ കുറേ ജമ്മിമാരെയെല്ലാം വിളിച്ചിട്ട് തലയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നക്സൽവാദികൾ, അതായത് കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജന്മിമാരുടെ തലയറക്കുക. ആ ജന്മിനെ തലയറത്ത് കഴിഞ്ഞാൽ മോങ്കേരി വരും. അപ്പൊ ഇവിടെ പ്രത്യക്ഷത്തിലൊരു വ്യക്തി എന്ന നിലയിൽ എന്തില്ല? ഇന്നത്തെ കാലഘട്ടത്തിലെ യുദ്ധത്തിൽ ഇപ്പം നടക്കുന്ന 3-ാം ലോക മഹായുദ്ധത്തിൽ പ്രത്യക്ഷത്തിലൊരു വ്യക്തിയല്ല അവിടെ ഉള്ളത്. അതിൻ്റെ പിന്നിലൊരു ഇതുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പം പുട്ടിനെ ആരൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തെ പുട്ടിൻ്റെ സ്ഥാനത്ത് വേറൊരു വരും.
ട്രംപിനെ തട്ടിയാൽ ട്രംപിന്റെ സ്ഥാനത്ത് വേറൊരു വരും, ബൈഡനെ തട്ടിയാൽ ബൈഡന്റെ സ്ഥാനത്ത് വേറെ ആള് വരും. അപ്പോൾ ഒരു വ്യക്തിയോടല്ല ഏറ്റുമുട്ടേണ്ടത്, ഒരു വ്യവസ്ഥിതിയോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. നേരെ മറിച്ച് ഒരു രാജാവിനെ ആണെങ്കിൽ രാജാവിനെ വധിച്ചാൽ മതി, ആ വ്യവസ്ഥിതി പൊളിഞ്ഞിട്ട്. പക്ഷെ ഇപ്പം അതല്ല, വ്യക്തികളെ ഏറ്റെടുക്കുക എല്ലാ ശത്രു ഒരു വ്യവസ്ഥിതിയാണ്. അത് എന്ന് പറയുന്നത് നിഴലോട് യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ്. ആ ലക്ഷ്യം കണ്ടെത്തണം. എങ്ങനെയാണ് അതിലേക്ക് എത്തുക, അത് ലക്ഷ്യമിടണം. അല്ലാതെ ഇൻഡിവിജ്വലിനെ കൊന്നുകൊണ്ടുള്ള ഒരു യുദ്ധമല്ല മൂന്നാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം. അതിലൂടെ വേണം ഇത്തരമൊരു രാജ്യം എല്ലാം തുല്യമായി വീതിച്ചെടുക്കുന്ന ഒരു വ്യവസ്ഥിതി, പാഞ്ചാലിയെ അത്തരമൊരു ദേശം വേണം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം അത് എല്ലാവർക്കും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അർജുനനെ ഏറ്റെടുത്തത്. തന്ത്രത്തിലൂടെയാണത് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതാരുടെ പിൻബലത്തിലാണ്? കൃഷ്ണന്റെ പിൻബലത്തിലാണ്. ഇനി 8, ദൈവങ്ങളോടുകൂടിയ ഇന്ദ്രനെ പോലും അനാസായാസം ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇന്ദ്രനെ പോലും തോൽപ്പിച്ചിട്ടുണ്ട്. അവർ ദേവന്മാരുടെ പിൻബലത്തോടും കൂടിയല്ല. പിന്നെയോ എങ്ങനെ കാണ്ഡവവനത്തെ ചുട്ടരിച്ച് മായനെന്ന ശില്പികളാൽ ചേർന്നത്, മയനെന്ന അസുരശില്പിയാൽ ഉണ്ടാക്കിയ ആശ്ചര്യകരമായ ശില്പങ്ങളാൽ ചേർന്നതായ ആസ്ഥാന സഭയെ ലഭിക്കപ്പെട്ടു. പിന്നെയോ അങ്ങയുടെ രാജസൂയ യാഗത്തിൽ രാജാക്കന്മാർ നാനാ ദിക്കിൽ നിന്നും കപ്പം കൊണ്ടുവന്നു തന്നു. അങ്ങയുടെ രാജസൂയ യജ്ഞത്തിൽ നാനാതരത്തിൽ നിന്നും രാജാക്കന്മാർക്കെല്ലാം അങ്ങേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കപ്പം കൊണ്ട് വന്നു. അതിനെല്ലാം യാതൊരുവിൻ്റെ സാന്നിധ്യത്തിലാണോ നടന്നത്? അതെല്ലാം നടന്നത് ഏതൊരു ആളുടെ സാന്നിധ്യത്തിലാണ്? ആ കൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ്. ഇതിലൊന്നും പങ്കെടുത്ത എൻ്റെ കഴിവ് എൻ്റേതായിരുന്നില്ല. അത് പറയാൻ വേറെ കാര്യമുണ്ട്, പിന്നോട്ടേക്ക് വരുമ്പോൾ അതാ പറയുന്നത്. ഞാൻ അന്ന് അഹങ്കരിച്ചിരുന്നു, അതല്ല എൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു അതൊന്നും ആ സഭയിലുണ്ടായിരുന്ന കൃഷ്ണന്റെ പിന്നിൽ നിന്നുള്ള ശക്തിയായിരുന്നു. 9, 10,000 ആനകളുടെ ഊക്കും കരുത്തുമുള്ള അങ്ങയുടെ അനുജനായ ഭീമൻ യാതൊരു ഭഗവാന്റെ തേജസ്സിലാണോ അവരെയെല്ലാം ശത്രുക്കളെയെല്ലാം വധിച്ചത്? അപ്പോൾ തൻ്റെ മാത്രം കഴിവല്ല, ഭീമൻ ഭയങ്കര ശക്തിമാനാണ്. അപ്പൊ അദ്ദേഹവും പലവരെയും കൊന്നിട്ടുണ്ട്. അതെല്ലാം ആരുടെ സാന്നിധ്യത്തിലായിരുന്നു? ഭഗവാന്റെ ഈ കൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? കാലഭൈരവന്റെ ബലിക്കായി കൊണ്ടുവന്ന രാജാക്കന്മാരെ എല്ലാം മോചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അങ്ങയുടെ രാജസൂയ യാഗത്തില് അവരെല്ലാം തിരുമുൽ കാഴ്ച കൊണ്ടുതന്നു. ഈ കൊണ്ടുതന്നതിനെല്ലാം പിന്നിലുള്ള ആ ശക്തി ആരായിരുന്നു? ഈ കൃഷ്ണനായിരുന്നു. 10 അങ്ങയുടെ പത്നിയായ ദ്രൗപദിയുടെ തലമുടി രാജസഭയിൽ വെച്ച് ഏതൊരു ദൂർത്തന്മാരുടെ കയ്യാൽ സ്വർഗത്തിൽ സ്പർശിക്കപ്പെട്ടോ അങ്ങയുടെ പത്നിയായ. അപ്പൊ ഇവിടെ ആരുടെ പത്നി എന്നാണ് പറയുന്നത്? ധർമ്മപുത്രരുടെ പത്നി എന്നാണ്. ഇപ്പോൾ ആരാണ് രാജാവ്? ധർമ്മപുത്രൻ. അപ്പം പുരുഷൻ ധർമ്മപുത്രനും പ്രകൃതി ആരാണ്? ദ്രൗപദിയാണ്. ഇപ്പൊ ആ ദ്രൗപദീൻ്റെ ഭർത്താവ് ധൃതരാഷ്ട്രനാണ്. അതുകൊണ്ട് അങ്ങയുടെ പത്നി എന്ന് പറഞ്ഞാൽ രാമന്റെ പത്നി സീത. രാമയുഗത്തില് ആ വ്യവസ്ഥിതിയാണ് സീത.
ആ വ്യവസ്ഥിതി, ആ സൗഭാഗ്യം, ആ സൗഭാഗ്യത്തെയാണ് വിദേശികള് അപഹരിച്ചുകൊണ്ട് പോയത്. പ്രകൃതിയും പുരുഷനുമാണ്, പുരുഷനും പ്രകൃതിയും. ആ നിലയിലാണ് ഇവിടെ പത്നിമാരെ അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങയുടെ പത്നിയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? അന്നത്തെ സഭയിൽ വെച്ച് ആരെല്ലാമോ അങ്ങയുടെ പത്നിയുടെ മുടിയെല്ലാം വലിച്ച് സ്പർശിച്ചിരുന്നുവോ, അവൾ മൂലം അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തലമുടി തൊട്ടവരുടെ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെല്ലാം വധിക്കപ്പെട്ടു. ഇവളുടെ മുടി തൊട്ടവരുടെ അതായത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ എല്ലാം അവരെല്ലാം വധിക്കപ്പെട്ടു. അതായത് കൗരവസഭയുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഭർത്താക്കന്മാര് പുരുഷനും ആ വ്യവസ്ഥിതി സ്ത്രീയായിട്ട് എടുക്കണം. ആ വ്യവസ്ഥയിൽ അവരുടെ എല്ലാം ആ വ്യവസ്ഥിതിയെ തന്നെ എന്ത് ചെയ്തു? തച്ചു തകർത്തു. അപ്പൊ അവരെല്ലാം മുടി അഴിച്ചിട്ടവരായി. ആര്? കൗരവരുടെ ആരെല്ലാമാണോ ഇവളുടെ മുടി തൊട്ടത്, അതേപോലെ അപ്പുറത്തെ സ്ത്രീകളുടെ അത് ചെയ്ത അവരുടെ എല്ലാം തല പോയി, അവരുടെ മുടി അഴിച്ചിട്ടു. എന്താണ് മുടി അഴിച്ചിടുക എന്ന് പറയുമ്പോൾ, അന്നൊരു വ്യവസ്ഥിതി, ഒരു സുന്ദരമായ ഒരു ലോകം പാണ്ഡവർക്ക് ഒരു മോശ സ്ഥലം കൊടുത്തിരുന്നു. അവിടെ വലിയൊരു കൊട്ടാരം എല്ലാം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആര്? ഈ ധർമ്മപുത്രരും പാണ്ഡവരുമെല്ലാം. അപ്പൊ ആ വ്യവസ്ഥിതി എന്തഴിച്ചു? അവരുടെ മുടിയും വസ്ത്രാക്ഷേപം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യവസ്ഥിതിയെ എന്താണോ പാണ്ഡവര് വിഭാവനം ചെയ്യുന്ന വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയെ കുത്തഴിഞ്ഞതാക്കി പൊളിച്ച് കൈമ കൊടുത്തു. അതാണ് മുടി അഴിച്ചതായിട്ട് ചിത്രീകരിക്കും. കുത്തഴിഞ്ഞ വ്യവസ്ഥിതി എന്ന വാക്ക് അതിൽ നിന്നാണ് വന്നത്. അപ്പം പാണ്ഡവര് നല്ലൊരു വ്യവസ്ഥിതി അവിടെ ഉണ്ടാക്കിയിരുന്നു. അതായത് എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കുന്ന ആ വ്യവസ്ഥിതി. പക്ഷെ ആ വ്യവസ്ഥിതി എന്ത് ചെയ്തു? പൊളിച്ച് കൈമ കൊടുത്തു. അതാണ് കുത്തഴിഞ്ഞ വ്യവസ്ഥിതി. പിന്നെ അവളെന്താ പറഞ്ഞത്? എപ്പോഴിവരെ നശിപ്പിച്ചിട്ടായിട്ട് വേണം എൻ്റെ ഈ വ്യവസ്ഥിതിയെ, കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയെ കെട്ടിവെക്കാൻ. അതാണ് അവളുടെ ശപഥം. ഇനി ഈ കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയെ നേർക്ക് കെട്ടിവെക്കണം. ആര്? യുദ്ധത്തിലൂടെയേ പറ്റുള്ളൂ. അതെപ്പോഴാണ്? മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവരെന്ത് ചെയ്തു? ആ വ്യവസ്ഥിതിയെ പിന്നെയും സൃഷ്ടിച്ചു. അപ്പുറത്തെ വ്യവസ്ഥിതിന്റെ കുത്തഴവും മുടിക്കെട്ടോ അഴിഞ്ഞുപോയി. ആ വ്യവസ്ഥിതി മുഴുവൻ അവരുടെ സ്ത്രീകളുടെ മുടിക്കെട്ടെല്ലാം അഴിഞ്ഞുപോയി. അതാണ് എന്ത് കാണുമ്പോൾ ആ ഒരു കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയാണ്, ആ കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യവസ്ഥിതിയാണ് ഇപ്പുറത്തത് പാഞ്ചാലിയും, മറ്റേത് ദൂഷിച്ച വ്യവസ്ഥിതി. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ശക്തി ആരായിരുന്നു? ആ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ, ആ ശക്തി ഏതാണ്? കാലമാണ്. അപ്പൊ കാലമാണ് ഓരോ മാറ്റങ്ങളും വരുത്തുന്നത്, അർജുനനല്ല. അപ്പോൾ ലോകത്തിലെ വ്യവസ്ഥിതികളെ മാറ്റിയെടുക്കുന്നത് കാലമാണ്. അതിന് ഓരോ വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട്, അർജുനനെ പോലെയുള്ള വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ലോകം കെട്ടിപ്പടുത്തും, ഒരു പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കും. അതിനു മുമ്പിൽ ആ വ്യവസ്ഥിതിയെ അവരെ അപമാനിക്കാനെല്ലാം നോക്കും. വസ്ത്രാക്ഷേപം നടക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യവസ്ഥിതിയാണോ അതിനെല്ലാം കുറ്റം പറയാൻ ശ്രമിക്കും. ഇപ്പുറം ഉണ്ടാകുന്നത് എല്ലാവരും തുല്യമായി അനുഭവിക്കുന്ന ഒരു വ്യവസ്ഥിതി, അതിനെ അപമാനിക്കാൻ ശ്രമിക്കും. അതാണ് വസ്ത്രാക്ഷേപം കൊണ്ട് വരുന്നത്. പക്ഷെ അപമാനിക്കാൻ, ആ അപമാനത്തിൽ നിന്ന് മാത്രമാണ് കൃഷ്ണൻ അതിനെ രക്ഷിക്കുന്നത്. പക്ഷേ ആ അപമാനിക്കാനൊന്നും പറ്റില്ല.
അപ്പോൾ എപ്പോഴും ഇവർ ശ്രമിക്കുന്നത് എന്താണ്? ആ വ്യവസ്ഥിതി തല്ലിപ്പൊളിയാണ്, ഇത് പറ്റിയതല്ല, ഇതങ്ങനെയാണ്, ഇതെങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കാലം അതിനെ എടുത്ത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതേ ഒരു ആശയം തന്നെയാണ് ബൈബിളില് യേശുവിനെ കള്ളന്മാരുടെ ഇടക്ക് പ്രതിഷ്ഠിക്കേണ്ട ഉദ്ദേശം എന്താണ്? യേശുവിനെ കള്ളനായിട്ട് അങ്ങനെ അതിൻ്റെ ഇടക്കെന്നും നിർത്തിയിട്ട് കള്ളനായിട്ടുള്ള ഒരു പ്രതീതി ഉണ്ടാവുമെന്ന് ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു മനഃപൂർവമായ നീക്കമാണ്. അപ്പൊ ഈ വ്യവസ്ഥിതിയെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ പറ്റുമോ അതെല്ലാം അവർ ശ്രമിക്കും. പക്ഷേ കാലത്തിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ആ വ്യവസ്ഥിതിയെ നശിപ്പിക്കാൻ പറ്റില്ല, അപമാനിക്കാൻ പറ്റില്ല. ആ വ്യവസ്ഥിതി ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി 11:12 യാതൊരുവന്റെ തേജസ്സിനാൽ പാർവതി സമേതനായ ഭഗവാൻ പരമശിവൻ യുദ്ധത്തിൽ വിസ്മയപ്പെട്ട തൻ്റെ പാശുപതാസ്ത്രം നൽകിയോ? യാതൊരുവന്റെ തേജസ്സിനാൽ. അപ്പൊ ഞാൻ ശിവന്റെ അടുത്ത് പോയിട്ട് അസ്ത്രമെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പാശുപതാസ്ത്രം മാത്രമല്ല, ശിവന്റെ അടുത്ത് നിന്ന് മാത്രമല്ല മറ്റു ദേവന്മാരും അങ്ങനെ നൽകിയോ? അപ്പൊ അതല്ലേ എനിക്ക് കിട്ടാൻ കാരണം എന്താണ്? എൻ്റെ കഴിവല്ല. ഇപ്പൊ അർജുനൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതൊന്നും എൻ്റെ കഴിവായിരുന്നില്ല, ഞാൻ തെറ്റിദ്ധരിച്ചു പോയ എൻ്റെയാണ്, അതാണ് എന്നെ വഞ്ചിച്ചു. ആര്? കൃഷ്ണൻ തെറ്റിദ്ധരിപ്പിച്ചു, ഇതെല്ലാം നിന്റെയാണെന്ന്, നിന്റെ കഴിവാണെന്ന്. പക്ഷേ ഇതൊന്നും എൻ്റെ കഴിവല്ല. കൂടെ എന്തിനും പറ്റി? ദേവരാജാവിൻ്റെ ഇന്ദ്രന്റെ സിംഹരാജധാനിയിലും മഹിമയുള്ള ഒരേ ഇരിപ്പിടത്തിൽ ഇരിക്കുവാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ കഴിവെല്ലാം, അതിനുള്ള കഴിവെല്ലാം എനിക്ക് കിട്ടിയത് അങ്ങിൽ നിന്നാണ്. പിന്നെ എന്തുണ്ട്? 13 പറയുന്നു, ആ ഭഗവാന്റെ കൃപയാൽ തന്നെ ലഭിച്ച ഗാന്ധീവത്താൽ ഞാൻ ദേവന്മാർക്ക് വേണ്ടിയെല്ലാം യുദ്ധത്തില് പൊരുതിയിട്ടുണ്ട്, അതിനെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ പുരുഷനാൽ ഞാൻ ഇന്ന് വഞ്ചിതനായിരിക്കുന്നു. ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാൽ ഞാൻ ഇന്ന് വഞ്ചിതരായി. എന്തുകൊണ്ട്? ഞാൻ ഇങ്ങനെ എന്തെല്ലോ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്, ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതൊന്നും എൻ്റെ കഴിവല്ല, കൃഷ്ണ വെറുതെ എന്നെ വഞ്ചിച്ചതാണ്, ഇതെല്ലാം കണ്ട് എൻ്റേതാണെന്ന് ധരിപ്പിച്ചുകൊണ്ട്. ആ കാലം തന്നെയാണ് ഓരോ വ്യക്തിയിലൂടെ അതാത് കാലത്തിന് പ്രകൃതിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടെങ്കിൽ അതായത് ഓരോ വ്യക്തികളെ ഉപയോഗിച്ച് അവരിലൂടെയാണ് ആ ശക്തി കൃഷ്ണൻ പ്രകടിപ്പിക്കുന്നത്. ആ വ്യക്തികളുടെ ധീരമായ ചില വ്യക്തികളുണ്ട്, അവരെല്ലാം ലോകത്തെ മാറ്റി. നമ്മുടെ ചരിത്രം നോക്കിയാൽ ഇന്ന് 3-ാം ലോകമഹായുദ്ധം നടക്കുമ്പോഴും അല്ലെങ്കിൽ പണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തോ അതിനെല്ലാം നയിച്ച വ്യക്തികളെല്ലാം അവരുടെ കഴിവെല്ലാം ആ ശക്തി ഇത്തരം വ്യക്തികളിലൂടെയാണ് പ്രകടമാക്കുക. അപ്പം ഇവിടെ അർജുനിലൂടെയാണ് ഇതത്രയും ചെയ്തു വെച്ചത്. അതെല്ലാം കൃഷ്ണനാണെന്ന് ഇവിടെ പറയുകയാണ്. വ്യക്തികൾക്ക് ആ ചില വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ടാണ് കാലം പ്രവർത്തിക്കുക. അത്തരത്തിൽ അതുകൊണ്ടാണ് വഞ്ചിച്ചു എന്ന് പറയുന്നത്. നമ്മളെന്താ വിചാരിക്കുന്നത്? അർജുനൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർജുനനാണ് ഇത് ചെയ്യുന്നത് എന്ന നിലയിലാണ് അർജുനനും ചിന്തിക്കുന്നു. കൃഷ്ണനും അർജുനനോട് പോഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തലയിൽ അതിനെ കാണും. ഇതിൻ്റെ 14 അങ്ങനെ ഏകനായി കരുത്തനായ ഭീഷ്മാദി കൗരവ സൈന്യ കടലിനെ നേരിട്ടു. എങ്ങനെ? തേരിലേറി കടന്നുപോയി. അങ്ങയുടെ തേരിലേറിയിട്ടാണ് ഈ ഭീഷ്മാദികളായ കരുത്തരായവരെ അവരത്രയും പേരുണ്ട്, സമുദ്രത്തെ കടന്നു പോകുന്നത് പോലെ തേരിലേറിയിട്ട്
ഇതിനെല്ലാം ഞാൻ കടന്നുപോയി. ആ വസ്തുക്കളെല്ലാം വീണ്ടെടുത്തു. നമുക്ക് നഷ്ടപ്പെട്ട സ്ഥലം എല്ലാം അവരുടെ സ്ഥലമടക്കം വീണ്ടെടുത്തു. എൻ്റെ എതിരാളികളുടെ ശിരസിലെ രത്നം പോലെയുള്ള പരാക്രമ ചിഹ്നം, അവരുടെ തലയിലെ പരാക്രമ ചിഹ്നം ഉണ്ടല്ലോ, ഏതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ തന്നെയാണ്. ഇത് അശ്വത്ഥാമാവിൻ്റെ തലയിലുള്ള ഇതങ്ങ് എടുത്ത് ദൂരെ കളഞ്ഞത്, പിടിച്ചെടുത്തു. ആ ഞാൻ എന്താണ് ഇന്ന് വഞ്ചിതനായിരിക്കുകയാണ്. ഇതെല്ലാം ഞാനാണ് ചെയ്തതെന്നാണ് ഇത്ര കാലം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് 15 യാതൊരാൾ ഭീഷ്മാദികളായ മഹാരഥന്മാരുടെ ഭീഷ്മാദികളായ സേനകളുടെ നടുവിൽ കൊണ്ടുപോയിട്ട് തേര് നിർത്തിയിരുന്നല്ലോ. തേര് നിർത്തിയെന്തിനാ? എന്നെ കാണിച്ചു തരാനാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ തേര് നിർത്തിയിട്ട് എൻ്റെ മുന്നിൽ കൂടെ നടന്നുകൊണ്ട് ഒറ്റ നോട്ടത്താൽ അവരുടെ ആയുസ്സും ചിത്തവും മനോബലവും കൗശലവും എല്ലാം അപഹരിച്ചുവല്ലോ അന്ന്. അത് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ആ കുരുക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് അർജുനന് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവന്മാരെല്ലാം പണ്ടേ കൊന്നതാണ്. ഒരൊറ്റ നോട്ടത്തിൽ അവരുടെ എല്ലാം അപഹരിച്ച്, അതായത് ഓൾറെഡി ഇതെല്ലാം തീരുമാനിച്ചതാണ്. കൃഷ്ണൻ തീരുമാനിച്ചു, ഒറ്റ നോട്ടത്തിലാണ് ഇനിയെല്ലാം ആ തരത്തിൽ കാണുകയാണ്. അപ്പോൾ അർജുനന് ഇവിടെ എന്താണുള്ളത്? ഒരു നിമിത്തം, അതിൽ കൂടുതലൊന്നും ഇല്ല. അപ്പൊ ആ ഒരു ശക്തിയിലൂടെ ഞാൻ എന്തായിപ്പോയി? വഞ്ചിതനായിപ്പെട്ടു. ഇനി 16 യാതൊരാളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച എന്നെ. അപ്പൊ എന്നെ ഈ കൃഷ്ണന്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. ഇത് ദ്രോണർ, ഭീഷ്മർ, കർണൻ, അശ്വത്ഥാമ മൂലവരുടെ അസ്ത്രങ്ങളിൽ നിന്നും പ്രഹ്ലാദനെ അസുരന്മാരുടെ അസ്ത്രത്തിൽ നിന്നും രക്ഷിച്ച പോലെ അങ്ങ് എന്ത് ചെയ്തു? ഇവരുടെ എല്ലാ അസ്ത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. യഥാർത്ഥത്തിൽ എന്നെ ഈ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കൃഷ്ണൻ എന്ന ആ ശക്തിയുടെ കരങ്ങളിലാണ് അർജുനൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ അസ്ത്രങ്ങളിൽ നിന്ന് നല്ല മറുകര ഒന്നും ഏൽക്കാതെ രക്ഷപ്പെടാൻ കാരണം. ഞാൻ ഇങ്ങനെ വഞ്ചിതനായി. അപ്പം ഞാനെന്ത് വിചാരിച്ചതല്ല എൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. പക്ഷെ ഞാൻ വഞ്ചിതനായി. ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. കാലം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് നടപ്പാക്കാൻ ഓരോ ആൾക്കാരെ എടുക്കും. അവരെ പൊക്കിയിട്ട് ഞാനെന്നൊരു വികാരം ഉണ്ടാക്കും. നമ്മളെല്ലാം ഞാനെന്ന വികാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാനെന്ന വിചാരം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന തരത്തിലാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ എല്ലാം ചെയ്യിക്കുന്ന ആരാണ്? ആ ശക്തി ആണ്. ഞാൻ ധരിക്കുന്നു ഞാനാണെന്ന്. അത് മണ്ടത്തരമാണ്. അതായത് കാലം തീരുമാനിച്ച വഴിയേ ലോകം പോവുകയുള്ളൂ. ഇന്ന് 3-ാം ലോക മഹായുദ്ധം അങ്ങനെ തന്നെയാണ് പോകാൻ പോകുന്നത്. അത് തന്നെയാണ് മഹാഭാരത യുദ്ധവും. ഇതിൻ്റെ 17 മഹാത്മാക്കൾ സംശയ നിവൃത്തിക്ക് വേണ്ടി ആരെ ഭജിക്കുന്നുവോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈശ്വരനെയല്ലേ ഭജിക്കുന്നു. തേരിലേറിയ ശത്രുക്കള്, അപ്പൊ ദൂരെ എന്തുണ്ട്? തേരിലെ ശത്രുക്കളുണ്ട്. തളർന്ന കുതിരകളോടുകൂടി ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്ന എന്നെ, ഞാൻ ചിലപ്പോഴെല്ലാം കുതിരകളെല്ലാം തളർന്നിട്ട് ഞാൻ പിന്നെ കുതിര തളർന്നു യുദ്ധത്തിൽ. അർജുനൻ പിന്നെ അങ്ങനെ തളരൂലായിരിക്കും. എന്നാലും കുതിര തേരിൽ നിന്ന് ഇറങ്ങി നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അവർക്ക് ആയുധം പ്രയോഗിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള സമയത്തിൽ എന്ത് ചെയ്തു? എന്നെ മറച്ചുകൊണ്ട് നിന്ന അങ്ങയുടെ ശക്തി, ആ ഷഡ്ഗുണ സമ്പൂർണനായ സർവലോക നിയന്താവ് എൻ്റെ സാരഥിയായി വരിക്കപ്പെട്ടുവല്ലോ. എൻ്റെ സാരഥിയായിട്ട് നിന്നുകൊണ്ട് അങ്ങിതെല്ലാം ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു ശക്തിയെ എൻ്റെ സാരഥിയായിട്ട് ഞാൻ കണ്ടല്ലോ. സാരഥി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ നിശ്ചയിക്കുന്ന? കീഴെ ഒരു തേര് തെളിക്കുന്ന ഒരു കക്ഷി, ഒരു ഡ്രൈവർ. ആ നിലയിലാണ് ഞാൻ കണ്ടത്.
പക്ഷേ യഥാർത്ഥത്തിൽ സാരഥി എന്ന് പറയുമ്പോൾ എന്താണ്? അർജുനനെ ഉള്ളിൽ നിന്നുകൊണ്ട്, നമ്മളുടെ എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ആ ശക്തി. ആ സാരഥി എന്ന് പറയുന്നത് വളരെ വലിയ ഉയർന്ന ഒരു ലെവലിലാണ്. പക്ഷെ അർജുനൻ ചിന്തിച്ച നിലയിലായിരുന്നു അതുവരെ. ഇത് എൻ്റെ ഒരു തേര് കളിക്കുന്ന ഒരു കക്ഷി. പക്ഷെ സാരഥി എന്ന് പറഞ്ഞാൽ നയിക്കുന്നവരാണ്, നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നയിക്കുന്നതാണ്. അത് മനസ്സിലാക്കാതെ വെറും ഒരു സാരഥി കണക്ക് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? എന്നെ അങ്ങനെയും ഞാൻ അങ്ങയെ കണ്ടു. എൻ്റെ പാട്ടില് ആ ഭഗവാന്റെ ചിരിച്ചുകൊണ്ട്, അല്ലയോ പാർത്ഥ, അല്ലയോ അർജുന, സ്നേഹിത, കുരുപുത്ര എന്നിങ്ങനെ പ്രകാരമുള്ള ഹൃദയസ്പർശിയായ മൃദുല വചനങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു. എന്നെ ഇങ്ങനെ പാർത്ഥ, അർജുന, സ്നേഹിത ഇങ്ങനെയെല്ലാം വിളിച്ചിട്ട് ഏതാണ്? ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ശക്തിയാണ് എന്നെ ഇങ്ങനെയെല്ലാം വിളിച്ചത് എന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം എന്തായി പോവുകയാണ്? തകർന്ന് പോവുകയാണ്. 19 കിടപ്പ്, ഇരിപ്പ്, നടത്തം, മേനി പറച്ചൽ എന്നെല്ലാം ഭക്ഷണം കഴിക്കൽ, എൻ്റെ കൂടെ കിടപ്പോ ഇരിപ്പോ എല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് എനിക്ക് ചിലപ്പോൾ എന്തെല്ലാം കമൻസ് അടിക്കും. ചങ്ങാതി താൻ നല്ല നേരുള്ളവനാണ് എന്നുള്ള കമൻസ് എല്ലാം അടിച്ചത് എൻ്റെ കൂടെ ഇങ്ങനെ ചങ്ങാതിയായിട്ടും എല്ലാം തോൾ കൈയിട്ടും എല്ലാം നടക്കുമ്പോൾ സ്നേഹിതനെ പോലെയും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണ്? നമുക്ക് വല്ല തെറ്റുകളെല്ലാം പറ്റും. എടാ കൃഷ്ണ എന്നെല്ലാം ചിലപ്പോൾ വിളിച്ചെന്ന് വരും. കാരണം സ്നേഹിതനല്ലേ, അങ്ങനെയെല്ലാമായിട്ട് ചിലപ്പോൾ മോശമായിട്ട് പ്രയോഗങ്ങളെല്ലാം നടത്തിപ്പോരും. അപ്പോഴും എൻ്റെ കുറവുകളെ എന്ത് ചെയ്തു? സ്നേഹിതനെ പോലെയും മകൻ്റേത് അച്ഛൻ പൊറുക്കുന്ന പോലെയും പൊറുത്തിരുന്നു. ഇവിടെയെല്ലാം ആ ശക്തിവിശേഷത്തിൻ്റെ മഹാത്മ്യാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഞാനെന്ന ഈ ചിന്ത യഥാർത്ഥത്തിൽ ആ കൃഷ്ണനാണ്, ആ ബ്രഹ്മമാണ്. അല്ലാതെ ഞാനല്ല, ഞാനതിനകത്തൊന്നുമില്ല. എന്നിലോ വെറുതെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുമായിട്ട് നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ്. അർജുനനാ പറയുന്നത്, ഞാൻ കബളിപ്പിക്കപ്പെട്ടു, എൻ്റെ കഴിവൊന്നുമല്ല. അതുവരെ ഞാനിവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റേതല്ല. ആ ശക്തി എൻ്റെ നാം ഉപയോഗിച്ചിട്ട് ഞാനാണ് എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് പറയിപ്പിക്കുന്നതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇതൊന്നും എൻ്റേതല്ല, നമ്മളെ കബളിപ്പിക്കുകയാണ് ആ ശക്തി ചെയ്യുന്നത്. ആ ശക്തി തന്നെയാണ് ഇതിലൂടെല്ലാം ഇരുന്ന് പറയുന്നത്. നമ്മളെന്ന് ധരിച്ചു പോവുകയാണ്. അത് കബളിപ്പിക്കലാണ്. ഇനി 20 രാജാവെ, ചങ്ങാതിയും ആത്മബന്ധുവും പുരുഷശ്രേഷ്ഠനുമായ ശ്രീകൃഷ്ണനെ വേർപിരിഞ്ഞ ഞാൻ. അവിടുന്ന് കൃഷ്ണൻ പോയല്ലോ. അപ്പം വേർപിരിഞ്ഞപ്പോൾ കൃഷ്ണൻ അവിടുത്തെ സ്ത്രീകളെയെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അന്തപുര സ്ത്രീകളെ രക്ഷിച്ചു വരവേ. അപ്പം അവിടെ ഭഗവാൻ പോയപ്പോൾ എല്ലാം ആകെ കൊളായി മാറി. അധർമ്മികൾ പെരുകി, സ്ത്രീകളെയെല്ലാം എടുത്ത്. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും സൗഭാഗ്യകരമായ കാലഘട്ടം കൃഷ്ണൻ്റെ കാലഘട്ടത്തിലാണ്. സ്ത്രീകൾക്കുള്ള സംരക്ഷണമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൃഷ്ണൻ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ അവസ്ഥ പണ്ടേത്തെ മതിയാവും. അടിമകൾ ഇവരെ കച്ചവട വസ്തുക്കളെല്ലാക്കി മാറ്റി സ്ത്രീകളെയെല്ലാം അപഹരിക്കുക. അപ്പോൾ അർജുനനെയാണ് ഏൽപ്പിച്ച് ഇവരെയെല്ലാം നോക്കിക്കോണം, സ്ത്രീകളെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പം ഭഗവാനൻ അന്തപുര സ്ത്രീകളെ രക്ഷിച്ചു വരവേ. അപ്പോൾ അവിടെ നിന്ന് അവരെല്ലാം അധർമ്മികളായി മാറി. രക്ഷിച്ചു വരവേ വഴിയിൽ വെച്ച് നീതന്മാരായ ഇടയന്മാര് ഒരു സ്ത്രീയെ എന്ന വണ്ണം എന്നെ പരാജയപ്പെടുത്തി. ഞാൻ വേറൊരു സ്ത്രീ എന്ന നിലയിൽ തോറ്റുപോയി. സ്ത്രീകളെയെല്ലാം അവർ അടിച്ചെടുത്ത് കൊണ്ടുപോയി എൻ്റെ അടുത്ത് നിന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കഴിവ് ഇതുവരെ ഞാൻ ഈ കളിച്ചതെല്ലാം ഒന്നും എൻ്റെ
കഴിവല്ല. ആ കൃഷ്ണൻ പോയതോടുകൂടി എല്ലാം പോയി. കാലമാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓരോ വ്യക്തികളിലൂടെ. നിന്റെ എന്തു പറയുന്നു 21-ല്? വില്ലും ശരവും തേരും തേരിലേറിയ ഞാനും അതേ ഞാൻ തന്നെ. ഞാനെന്ന് ഉപയോഗിച്ച വില്ല് തന്നെയാണ്, ശരം തന്നെയാണ്, ഈ തേരും അത് തന്നെയാണ്, ഈ ആ തേരിലിരിക്കുന്നത് ഞാനും തന്നെ. പക്ഷേ ഭഗവാനോട് പിരിഞ്ഞപ്പോൾ ഭസ്മത്തിൽ ഹോമിച്ച പോലെയും നീചപാത്രത്തിൽ ദാനം ചെയ്തതുപോലെയും തരിശുമണ്ണിൽ വിത്ത് വിതച്ചതുപോലെയും എല്ലാം നിഷ്ഫലമായി. ആ കാലം നമ്മളെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളെല്ലാം ആ ഒരു പ്രഭാവത്തിൽ നിൽക്കുന്നത്. കാലം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വട്ടപൂജ്യം. അത് അർജുനന്റെ കഥ വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളെപ്പോഴെങ്കിലും ആക്റ്റീവായി നിൽക്കുന്നത് ആ കാലം അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ആ കാലം പോയി കഴിഞ്ഞാൽ ഞാനെന്ന് അഹങ്കരിക്കരുത്. ഇതാണ് ഇത് നൽകുന്ന സന്ദേശം. ഇനി 22 മുതൽ 23. എന്നിട്ട് 22, 23 പറയാണ്, രാജാവെ അങ്ങ് അന്വേഷിച്ചല്ലോ നമ്മുടെ യാദവരെല്ലാം എങ്ങനെയാ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ കാര്യം പറയാണ്. ബ്രാഹ്മണ ശാപത്താൽ, ബ്രാഹ്മണരുടെ ശാപം കൊണ്ട് അവർക്കെന്ത് പറ്റി? ബുദ്ധിഭ്രമം ബാധിച്ച് വാരുണി എന്ന മദ്യവും സേവിച്ച് തമ്മിൽ തല്ലി തിരിച്ചറിയാതെ മുഷ്ടി ചുരുത്തി ഇടിച്ചവരിൽ 4 or 5 പേർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. അവരെല്ലാം തമ്മിൽ തല്ലിച്ച് മരിച്ചിട്ടാകെ 4 or 5 പേര് ബാക്കിയായി. എന്താ കാര്യം? ബ്രാഹ്മണ ശാപത്താൽ. എന്താണ് ഈ ബ്രാഹ്മണ ശാപം? ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമാന്മാരാണ്. അതായത് ശാസ്ത്രജ്ഞാനം, പണ്ഡിത ശാസ്ത്രജ്ഞർ, നല്ല ചിന്തകരായ ബുദ്ധിയുള്ള ജനങ്ങളെയാണ് ഇവിടെ ബ്രാഹ്മണരായിട്ട് ചിത്രീകരിക്കുന്നത്. ഈ ബ്രാഹ്മണന്മാരോട് എല്ലാവരും മനുഷ്യൻ തുല്യമാകുമ്പോഴും എത്ര തുല്യമായാലും ബുദ്ധിയുള്ളവരെ അത് കുറഞ്ഞവർക്ക് എപ്പോഴും ഭയമാണ്, ഒരു അപകർഷതാബോധമാണ്. അത് നമ്മൾ സ്കൂളിൽ തന്നെ നോക്കിയാൽ മതി. പഠിക്കുന്ന കുട്ടികൾ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു കൂട്ടായിട്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിക്കും. മറ്റവന്മാരെല്ലാം പുറത്തിറങ്ങിയിട്ട് അവനെ ഇനി അവിടെ ഇരുന്നിട്ട് പഠിച്ചിട്ടാണ് മലമറിക്കാൻ പോകുന്നത്. ഓഫീസിലും ബുദ്ധിയുള്ളവരെ ഭരണാധികാരികൾക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃതയുഗത്തിൽ രാജാക്കന്മാരിൽ എന്ത് ചെയ്ത് ബ്രാഹ്മണരെ കൊന്നൊടുക്കിയത്. അല്ല, ബ്രാഹ്മണരെ എല്ലാം ഉപദ്രവിച്ചത്, കൊല്ലുകയും ചെയ്തിട്ടുണ്ട്, ഉപദ്രവിച്ചത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ക്ഷത്രിയരാണ്. ആര്? പരശുരാമൻ വന്നത്. അവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബുദ്ധിമാന്മാരെ എത്ര തുല്യമായാലും ബുദ്ധിമാന്മാരെ കാണുമ്പം, കാരണം ഈ ബുദ്ധിമാന്മാർക്കൊരു കുഴപ്പമുണ്ട്, അവർ അനാവശ്യമായി സംസാരിക്കൊന്നുമില്ല, ഒരു ഞാനെന്ന ഭാവത്തിൽ അങ്ങനെ നടക്കും. ഇത് കാണുമ്പോൾ മറ്റവന്മാർക്ക് ദഹിക്കില്ല. അപ്പം അവനെ ഒന്ന് ആക്കാമെന്ന് തോന്നും. അതാണ് മനുഷ്യര് തുല്യരായി ഒരു വസുദേവ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എന്ന് പറയുന്നുണ്ടെങ്കിലും കുടുംബം ഒന്നായിരിക്കില്ലല്ലോ, പല വീട്ടുകാരായിരിക്കുമല്ലോ. ഒരു കുടുംബത്തിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബത്തിൽ അങ്ങനത്തെ പോലെ നിയമം ഉണ്ടായാൽ ഈ ബുദ്ധിമാന്മാരെ മറ്റുള്ളവർക്ക് കുറച്ച് അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ പിന്നെ അവൻ അങ്ങനെ ശൈലിയുണ്ടായിരുന്നു, നമ്മളും എല്ലാം തുല്യം തന്നെയാണ്, എന്നാൽ അവനൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ പരിഹസിക്കുന്നമാരിയാണ് അവിടെ കാണിച്ചത്. ഒരു കൊച്ചിനെ വറ്റത്തൊരു ഒലക്കയിലും വെച്ച് കെട്ടിയിട്ട് ഗർഭിണിമാരിയാക്കിയിട്ട് പരിഹസിക്കാൻ കൊണ്ടുപോയി. അന്നേരം പറഞ്ഞാണ് ഒലക്കയോടെ അത് കൊണ്ട് തന്നെ തമ്മിൽ മരിക്കുന്നെല്ലാം പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനുഷ്യ തുല്യതയായിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവരെ ബഹുമാനിക്കല പരിഹസിക്കാതെയെങ്കിലും ഇരിക്കണം. അതവർക്ക് പറ്റില്ല. കാരണം മധ്യമാന്മാരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക തലക്കൊരു, നമുക്ക് തോന്നുമ്പോൾ എന്തോ ഒരു തലകരന്മാർ തോന്നും. കാരണം ആരോടും അധികം സംസാരിക്കുന്നില്ല, കാര്യം മാത്രമേ പറയുമ്പോൾ
വലിയ സയൻസ് എല്ലാം വെച്ചുകൊണ്ടാണ് സംസാരിക്കുക. അപ്പം മറ്റുള്ളവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇവനാരും നല്ലുള്ളൊരു എന്തോ ഒരു അപകർഷതാബോധോ പരിഹാസം എന്തെല്ലോ തോന്നും. ഇതാണ് തുല്യത വരുമ്പോഴുള്ള ഏറ്റവും വലിയ കുഴപ്പം. അപ്പം അവരെ ദ്രോഹിക്കും. അതോടുകൂടി അവരുടെ നാശം. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാശം സംഭവിക്കുന്ന എന്താണ്? ആ കാലാവസാനം നല്ലൊരു ലോകം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇടിച്ചു പൊളിക്കണം. ആ പൊളിക്കുന്ന കുറ്റം ആരുടെ പേരുടെ കൊടുത്തു? ഈ കാലഘട്ടത്തിൻ്റെ ഈ ഒരു ദുഷിച്ച പ്രവണതയുടെ കുറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞു വരുന്നതായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് എന്ത് പറ്റി? ബ്രാഹ്മണരുടെ ശാപത്താൽ ബുദ്ധിഭ്രമം ബാധിച്ചവർ വാരുണി എന്ന മദ്യം, പിന്നെ മദ്യമായിരിക്കും. തുല്യതയിൽ വരുമ്പോൾ പിന്നെ മദ്യവും കഴിച്ച് വേറെ ലക്ഷ്യബോധമൊന്നുമില്ല. കാരണം ലോകം എത്തേണ്ടടുത്തെത്തി. പിന്നെ സൂഹിക്കേണ്ട കാലഘട്ടമാണ്. വേറെ ജോലിയൊന്നുമില്ല, സുഖമാണ്. നല്ല കുറച്ചാളേ ഉള്ളൂ. സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് ഈ തിന്നത് എല്ലിൽ കുത്തുക എന്നെല്ലാം പറയുന്നത് കേട്ടില്ല. അതുപോലെയുള്ള കുഴപ്പമുണ്ടായിട്ട് എന്ത് പറ്റി? അവർ തമ്മിൽ മരിക്കും. നമുക്കറിയാം മനുഷ്യർ തമ്മിൽ ഒരേ പാർട്ടിയിലുള്ളവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ്, എല്ലാവരും കമ്മ്യൂണിസ്റ്റ്, എല്ലാവരും സമത്വത്തിന് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ അടിപിടി കൂടുന്ന കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്തെ വലത് കമ്മ്യൂണിസ്റ്റും ഇടത് കമ്മ്യൂണിസ്റ്റും നക്സലും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയവർ. അവരായിരുന്നു ഏറ്റവും വലിയ അവർ പരസ്പരമാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. മറ്റവരെ കാട്ടി അവർക്ക് പരസ്പരമാണ് ശത്രുതയായിരുന്നത്. ഈ അടുത്ത കാലത്താണ് എല്ലാം കൂടിയിട്ടൊന്നായത്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. അത് കുറച്ച് കാലത്തേക്കാണ്. പിന്നെ ലോകം മുഴുവൻ അതായാൽ എന്താ പറ്റുക? അവന്മാർ തമ്മിലായിരിക്കും ഏറ്റവും വലിയ ശത്രുത. അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അല്ലാതെ ഒന്നിച്ചു പോകുന്ന ഒരു സ്വഭാവമൊന്നും മനുഷ്യന് അധികാരം ഉണ്ടാവില്ല. അപ്പം എത്ര പേരെ ബാക്കിയായിട്ടുള്ളൂ? 4 or 5 പേരെ ബാക്കിയായിട്ടുള്ളൂ. 24 ആ തത്വം പറയാണ്, ജീവജാലങ്ങൾ അന്യോന്യം തല്ലിക്കൊല്ലുന്നു. ജീവജാലങ്ങൾ എന്ത് ചെയ്യും? അന്യോന്യം തല്ലിക്കൊള്ളുക. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അന്യോന്യം ഇണങ്ങി കഴിയുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവർ ഭയങ്കര ഇണക്കത്തിൽ കഴിയുകയും ചെയ്യും. എന്നിവയെല്ലാം ഈ ഈശ്വരൻ്റെ ലീലാവിലാസമാണ്. അതുമായി ഈശ്വരൻ്റെ ലീലാവിലാസമാണ്. അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിൽ ഈശ്വരൻ്റെ ലീലാവിലാസം. എന്തിനാ തല്ലിക്കൊല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 25-26 രാജാവേ, വെള്ളത്തിൽ ചെറിയത് വലുതിനെ പിടിച്ചു തിന്നു, ഇല്ലാത്തതിനെ ഊക്കുള്ളത് പിടിച്ചു തിന്നു. തമ്മിൽ എങ്ങനെ കൊന്നു തിന്നുന്നുവോ അതുപ്രകാരം മഹാബലശാലികളായ മഹാബലശാലികളാണ് യാദവര്. അവസാന ലോകത്തിൻ്റെ അവസാനം കൃഷ്ണൻ്റെ രാജ്യത്തുണ്ടാക്കിയതാണ് യാദവര്. ഭയങ്കര ബലശാലികളാണ്. യാദവരെ തമ്മിൽ കൊന്നൊടുക്കി ഭൂമിയുടെ ഭാരം കുറക്കുന്നു. അപ്പോൾ അവർ ശല്യമായി തീരുമ്പോൾ അവരെ തമ്മിൽ തല്ലിച്ചിട്ട് ഭൂമിയുടെ ഭാരം കുറക്കും. അങ്ങനെ ഭാരം കുറച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. അവർ ശല്യമായി തീർന്നു. എല്ലാം സമത്വം, നല്ല സുന്ദരമായ ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെ അവിടെ ആക്കി വെച്ചു. കുറേ കാലമെല്ലാം നല്ല സുഖത്തിലായിരുന്നു. കൃഷ്ണന് പോകേണ്ട സമയമായപ്പോൾ, ആ സമയമാകുമ്പോഴേക്ക് ഇവരെന്തായി? തമ്മിൽ തല്ലുന്ന ദൂഷിക്കുന്ന അവസ്ഥ. പിന്നെ അവരെ തന്നെ തല്ലിക്കൊന്നിട്ട് ഭൂമിയുടെ ഭാരം കുറച്ചു. ഇനി 27 അർജുനൻ പറയുകയാണ്, ദേശകാലങ്ങൾക്ക് യോജിച്ച അർത്ഥമുള്ളവയും. അപ്പം അർജുനന് പണ്ട് ഓരോ കാലഘട്ടത്തിൻ്റെ സ്വഭാവം ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹൃദയത്താപത്തെ കെടുത്തുന്നുമായ ഭഗവാന്റെ വചനങ്ങൾ, ഓരോ കാലത്തും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ അർജുനൻ സുഹൃത്തല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവ ഓർക്കും തോറും അവ എൻ്റെ മനസ്സിനെ ആകർഷിക്കുക. ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം പ്രാധാന്യം. ഇതെല്ലാം ചെറുതിനെ വലിയവനെ പിടിച്ചു വരുന്ന നല്ല കാര്യങ്ങൾ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തിയാണ്. അതെല്ലാം ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതെല്ലാം കൃഷ്ണൻ്റെ ലീലയാണ്. ഇവന്മാർ യാദവര് ഭൂമിക്ക് ഭാരമായപ്പോൾ അവന്മാർ തന്നെ തമ്മിൽ തല്ലിയിട്ട് ഭാരം കുറയ്ക്കുകയാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞത് ഉദാഹരണങ്ങൾ ഇപ്പം കണ്ടപ്പോൾ
അർജുനൻ അന്തം വിട്ടു നോക്കി. ഇതെല്ലാം അതിൻ്റെ കളിയാണ്. ഇതുവരെ ഞാൻ എന്തെല്ലാമാണോ ചെയ്തതോ അതും അതിൻ്റെ കളിയാണ്. ഭൂമിയിൽ യുവമാർ തലവേനയായി തീരുമ്പോൾ അവന്മാർ തല്ലിക്കൊടുക്കുന്നതും ഇതിൻ്റെ ലീല തന്നെയാണ്. ആര്? സ്വന്തം യാദവ കുലത്തെയാണ് തമ്മിൽ തല്ലിച്ചിട്ട് കൃഷ്ണൻ ഇല്ലാതാക്കുന്നത്. 28 സൂതം പറയുകയാണ്, ഇപ്രകാരം ശ്രീകൃഷ്ണ ഭക്തിയാൽ അർജുനന്റെ അന്ധകരണം ശുദ്ധമായി. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, അതുവരെ അർജുനൻ എന്തായിരുന്നു? മനസ്സിന് വല്ലാതെ വിഷമായിരുന്നു. പിന്നെയാണ് അർജുനൻ ഇരുന്നല്ലേ ഇതെല്ലാം ആലോചിച്ചു. ഇതെല്ലാം ആ ശക്തിൻ്റെ കഴിവല്ലേ. പിന്നെ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നോട്. എല്ലാം ഞാൻ കളിക്കുന്നതാണ്, നീൻ്റെ അകത്തൊരു ചുക്കുമല്ല. ഇതെല്ലാം ഓർത്തപ്പോഴാണ് അർജുനന്റെ അന്ധകരണം എന്തായ ശുദ്ധമായി. ഓ, ഇതാണല്ലേ ഈ ഇത്ര കാലം അല്ല എന്നെ പഠിപ്പിച്ചത്. ഇതെല്ലാം നിന്റെ കളിയാണ്, ലീലയാണ്. പിന്നെ എനിക്ക് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ലാതെ ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് കുരുക്ഷേത്രത്തിൽ ഉപദേശിച്ചതിൻ്റെ എല്ലാം അർത്ഥം 100% ഇപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്. ശ്രീ വാസുദേവന്റെ തൃപ്പാദ സ്മരണയിൽ പോർക്കളത്തിൽ വെച്ച് ചൊല്ലിക്കൊടുക്കപ്പെട്ട തത്വബോധത്താൽ, അപ്പം അവിടെ വെച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തെ എല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മുക്തിയെ നേടാനുള്ള അവസരം എന്താണ്? വെടിക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോവുകയാണ്. പിന്നെ ഇതിൽ നിന്നെല്ലാം മുക്തമാകാം. ഈ സത്യമെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. എന്നെ കൊണ്ട് ജയിക്കേണ്ടിയെല്ലാം ജയിപ്പിച്ച് എൻ്റെ ജോലിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞ് ഇനി അങ്ങനെയുള്ള വർക്കത്തിനും പോകാം. ബ്രഹ്മസാക്ഷാത്കാരം തത്വബോധത്താൽ അദ്ദേഹം സമസ്ത കാമാദിദോഷങ്ങളും ഉപേക്ഷിച്ചിട്ട് വിശുദ്ധ ബുദ്ധിയായി ഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെല്ലാം നേർവഴിക്ക് വന്നു. ഇതാണ് ശരിയായ സത്യം. എല്ലാം അതിൻ്റെ ലീലകളാണ്. എന്നിട്ടോ പിന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി എങ്ങനെയായി എന്നും പറയുകയാണ്. കാലകർമ്മ അറിവുകേടിനാൽ അകപ്പെട്ട ബുദ്ധിയിൽ നിന്നും മോചിതം. കാലമാണ് ഓരോ കാലത്തിൽ ചെയ്യാൻ വേണ്ടി, ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടി അറിവ് കേടാവുന്ന ബുദ്ധി ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണ് നമ്മളിൽ. ഓരോ കാലത്തും ഞാനൊരു കർമ്മം ചെയ്യേണ്ടിക്ക് അതിനുള്ള കർമ്മത്തിന് വേണ്ടി ഓരോ കാലത്തിലും അറിവ് കേടിനാൽ മറക്കപ്പെട്ട ബുദ്ധിയാണ് നമുക്കുള്ളത്. ആ ബുദ്ധി വെച്ച് ഞാൻ എൻ്റേത് എന്ന നിലയിൽ പലതും കാട്ടിക്കൊട്ടുന്നു. ആ ബുദ്ധിയിൽ നിന്നും മോചിതമായി ആ തത്വബോധം വീണ്ടും നേടി. അപ്പോഴാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും കൃഷ്ണൻ എന്താണോ അവിടെ ഉപദേശിച്ചത് അതിൻ്റെ തത്വമെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നെ 31 അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്താൽ ഇപ്പം ഞാൻ ബ്രഹ്മമാണ് എന്ന ദ്വന്ദ്ഭാവം വിട്ടവനാ. പിന്നെ ഞാനും ബ്രഹ്മവും രണ്ടല്ല, ആ ദ്വന്ദ്ഭാവമെല്ലാം വിട്ടവനായും നിർഗുണഭാവത്തോടും പിന്നെ ഒരു ഗുണമില്ലാത്തവനായി ഭവിച്ചു. ജന്മാദികളായ ലിംഗശരീരത്തെ അതിക്രമിച്ചവനായും ഭവിച്ചു. ഈ ജനനമരണത്തിനുള്ള ഈ ശരീരത്തിൽ നിന്നെല്ലാം അതീതനായി ഭവിച്ചു. അതായത് ഇനി പുനർജന്മം അർജുനനില്ല. ഇനി ഇങ്ങനത്തെ ഒരു അർജുനൻ ജനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൻ്റെ കർമ്മമെല്ലാം തീർന്നു. അതിലൂടെ ദുഃഖവിമുക്തനായി. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ദുഃഖമില്ല. ഇപ്പോൾ മനസ്സെല്ലാം ക്ലീനായി. ബ്രഹ്മത്തോടടുക്കുമ്പോൾ പിന്നെ ഈ ഭൗതിക ലോകത്തിലുള്ള ദുഃഖങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തന്നാലെ പോകും. ഇനി 32 ഇതെല്ലാം ധർമ്മപുത്രർ ശ്രീകൃഷ്ണന്റെ സ്വസ്ഥാനപ്രാപ്തിയെയും. അപ്പം ശ്രീകൃഷ്ണൻ എന്തായി? വന്നെടുത്ത് ബ്രഹ്മത്തിൽ തന്നെ പോയി ശ്രീകൃഷ്ണനും പോയി ചേർന്നു. യദുവംശനാശത്തെയും, അതോടുകൂടി യദുവംശമെല്ലാം നശിച്ചു. ഇത് കേട്ടിട്ട് സ്വർഗ മാർഗത്തിലേക്ക് തിരിയുവനായിക്കൊണ്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിനും സ്വർഗത്തിലേക്ക്, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകണമെന്ന ചിന്ത അദ്ദേഹത്തിനും ഉണ്ടായി. 33 കുന്തി ദേവിയും ഇതെല്ലാം കേട്ടപ്പോൾ, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കില്ലേ ആര്? കുന്തി. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അരോചകമായ
ശ്രീകൃഷ്ണ ഭഗവാനെ. അപ്പൊ ഇന്ദ്രിയങ്ങളിലുള്ള താല്പര്യങ്ങൾ അതും അരോചകമായിട്ട് ആർക്കും തോന്നി, കുന്തിക്കും തോന്നി. ഈ ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നു എന്ന ചിന്ത, ഈ ശരീരം വരും. ഇതെല്ലാം കേട്ടപ്പോൾ കുന്തിക്കും അതെല്ലാം തോന്നി. ഏകാഗ്രചിത്തയായ ഭക്തിയോടെ സംസാരത്തിൽ നിന്നും വിരമിച്ചു. സംസാരത്തിൽ നിന്നും വിരമിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകമായിട്ടുള്ള ബന്ധം മതിയായി. ഇനി അവർക്കും വിരക്തി വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 34. ഏതൊരു സർവേശ്വരൻ ഭൂമിയുടെ ഭാരത്തെ മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുന്നത് പോലെ നീക്കിക്കളഞ്ഞ ശേഷം ആ ശരീരത്തെ ഉപേക്ഷിച്ചു. അപ്പൊ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്ത? മുള്ളുകൊണ്ട് മുള്ളെടുക്കുന്നത് പോലെ ഭൂമിയുടെ ഭാരമെല്ലാം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ആ ശരീരത്തെയും അദ്ദേഹം ആ ശരീരത്തെ ഉപേക്ഷിച്ചു. പക്ഷേ ആ കൃഷ്ണനാകട്ടെ ആ രണ്ടും ഒരുപോലെ തന്നെയാണ്. ശരീരം ഉണ്ടായാലില്ലെങ്കിലും ആ ബ്രഹ്മം നിർഗുണമാണ്, അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. 35. ഒരു നടൻ മത്സ്യാകൃതി മുതലായ നാനാ രൂപങ്ങൾ എടുത്തിട്ട് ഒരു നടൻ മത്സ്യാകൃതി മുതലായ നാനാ രൂപങ്ങൾ യാതൊരു തരത്തിൽ ധരിക്കുന്നുവോ, പിന്നെ എപ്പോഴെങ്കിലും യാതൊരു പ്രകാരം അവയെ കളയുന്നുവോ, അതായത് അവതാരത്തെ പറ്റി പറയുകയാണ്. കൃഷ്ണൻ ആദ്യം നാരായണൻ ആദ്യം മത്സ്യാവതാരമായിട്ട് എടുത്തിട്ട് അവസാനം കൃഷ്ണനായിട്ട് വരുന്നു. അവസാന ആ രൂപത്തെയെല്ലാം കളയുന്നുവോ, അതേപോലെ യാതൊന്നുകൊണ്ട് ഭൂമിയുടെ ഭാരം ക്ഷയിക്കപ്പെടുന്നുവോ. ഭൂമിയുടെ ഭാരം ക്ഷയിച്ചു വരിക, അതായത് ഭൂമി അത്രയും ഭാരത്താൽ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ ആ ശരീരത്തെ തന്നെ കളയും. ഏതെങ്കിലും യാദവരായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, ഭൂമിക്കത് ഭാരമായി തീരുമെങ്കിൽ അദ്ദേഹം അതെടുത്ത് കളയും. 36. ആ കൃഷ്ണൻ എപ്പോൾ തൻ്റെ ശരീരം കൊണ്ട് ഈ ഭൂമിയെ ഉപേക്ഷിച്ചുവോ അപ്പോൾ മുതൽ ജനങ്ങൾക്ക് അധർമ്മത്തിനുള്ള കാരണഭൂതമായ കലിയുഗം പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ എപ്പോഴാണ് ശ്രീകൃഷ്ണൻ തൻ്റെ ഈ ശരീരം ഉപേക്ഷിച്ചത്, അതുമുതൽ അധർമ്മത്തിൻ്റെ ദേവനായ, അധർമ്മത്തിനുള്ള കാരണഭൂതനായ കലിയുഗം പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ എപ്പോഴാണ് കലിയുഗം തുടങ്ങുന്നത്? കൃഷ്ണൻ പോയതിൻ്റെ ശേഷം. മഹാഭാരതത്തിലെ യുദ്ധമെല്ലാം കഴിഞ്ഞ് സുന്ദരമായ ഒരു ലോകമെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ആ ജനങ്ങൾ ദുഷിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഇട്ടെറിഞ്ഞു പോയി. പിന്നെ ദുഷിച്ച ഭരണം നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? കലിക്കാണ്. അപ്പം കലീനെ ഏൽപ്പിച്ചിട്ട് അങ്ങേരങ്ങ് പോയി. മുതലാണ് കലിയുഗം തുടങ്ങുന്നത്. 37. അപ്പോൾ ജ്ഞാനിയായ യുധിഷ്ഠിരൻ നഗര രാഷ്ട്ര ഗൃഹ ഹൃദയ സംബന്ധമായ കള്ളം, അത്യാഗ്രഹം, ചതി, അറുകൊല മുതലായവയുടെ കലിയുഗത്തിലെ ആഞ്ഞുകയറ്റത്തെ മനസ്സിലാക്കി മഹാപ്രസ്ഥാനത്തിന് ഒരുക്കം കൂട്ടി. ഇതെല്ലാം യുധിഷ്ഠിരന് മനസ്സിലായി. കലിയുടെ കാലമെന്ന് നഗരവും രാഷ്ട്രവും ഗൃഹവും ഹൃദയം എല്ലാം നാട്ടിൽ ലോകം മുഴുവൻ എന്താകാൻ പോവുകയാണ്? കലിയുടെ പിടിയിൽ അമരാൻ പോവുകയാണ്. എല്ലാവരും അധർമ്മികളാകുകയാണ്. പരസ്പരം പഴയ സ്വഭാവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രളയം, ഒരു ഉരുൾപൊട്ടലെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവരും നല്ല ഏകോദര സഹോദരന്മാരായിട്ട് കാണുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് ഒരുമാതിരിയാകുമ്പോൾ പിന്നെയും പഴയ സ്വഭാവത്തിൽ എത്തും. അതുപോലെ നല്ലൊരു ലോകമുണ്ടായാൽ അത് കുറച്ചു കാലമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പഴയ സ്വഭാവം മനുഷ്യൻ എടുക്കാൻ തുടങ്ങും. അപ്പോൾ കൃഷ്ണനും മനസ്സിലായി, ഇനി എൻ്റെ കാലം കഴിഞ്ഞ് കലി എടുക്കട്ടെ. അപ്പോൾ അതെവിടെയെല്ലാം ഉണ്ടാവും? നഗരം രാഷ്ട്രം ഗൃഹം മനുഷ്യരുടെ ഹൃദയത്തിലും.
കള്ളം, അത്യാഗ്രഹം, ചതി, അറുകൊല മൂലാവിയുടെ കലിയുഗത്തിലെ ആഞ്ഞുകയറ്റത്തെ മനസ്സിലാക്കി മഹാപ്രസ്ഥാനത്തിന് ഒരുക്കം കൂട്ടി അദ്ദേഹം ഒരു വലിയ യാത്രയപ്പിന് തയ്യാറായിക്കൊണ്ട് പോവുകയാണ്. മഹാപ്രസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടെറിഞ്ഞു പോകാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? 38 യുധിഷ്ഠിരൻ വിനയവാനും ഗുണങ്ങളെ കൊണ്ട് തനിക്ക് ഏറ്റവും ഉത്തമനുമായ പൗത്രനെ ഭൂമിയുടെ നായകനാക്കി ഹസ്തിനപുരത്തിലേക്ക് അയച്ചു. ഇദ്ദേഹത്തെ പിടിച്ച് പൗത്രനെ പിടിച്ചിട്ട് ഹസ്തിനപുരത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹത്തിനാണ്. പിന്നെ വേറൊന്നുണ്ടല്ലോ 39. അപ്രകാരം അനിരുദ്ധപുത്രനായ വജ്രൻ എന്ന യാദവകുമാരനെ മധുരാപുരിയിൽ ശൂരസേന രാജ്യത്തിൻ്റെ നായകനായി ഭാവിച്ചു. അവിടുത്തെ കാര്യം തന്നെ, കാരണം ലോകം മുഴുവനും ഒന്നായി ചെറുക്കുന്നല്ല, പിന്നെ അങ്ങേർക്ക് തീരുമാനം എടുക്കാം. അങ്ങേരത് അവിടത്തേക്കും ഒരു നല്ലൊരു തര പിടിച്ച് ഭരണം ഏൽപ്പിച്ചിട്ട്, കാരണം ജനകൂടി ഉണ്ടല്ലോ, എല്ലാം ചത്ത് തീർന്നിട്ടൊന്നും ഇല്ലല്ലോ, കുറേ എണ്ണം ഉണ്ടല്ലോ, തമ്മത്തല്ലിയായാലും കുറച്ചെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ആ നാട് നോക്കണ്ടേ. ഇനി 40 തുടർന്ന് യജ്ഞവിഷത്തെ കഴിച്ച് ത്രേതാഗ്നിയെ ആത്മസമാരോപണം ചെയ്തു. പിന്നെ അദ്ദേഹം നമ്മുടെ കർമ്മങ്ങളെല്ലാം ആത്മാവിൽ ലയിപ്പിക്കുകയാണ്. അപ്പം പിന്നെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ നമ്മളെ കർമ്മങ്ങളെല്ലാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഒരു ആൾ പോകുമ്പോൾ തനിക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ, ഇതേ രാജാവാണ്, ആ കർമ്മങ്ങളെല്ലാം മറ്റുള്ളവരുടെ എല്ലാം ഏൽപ്പിക്കണം. എന്നിട്ട് ശേഷമായ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആത്മാവിൽ ആരോപിക്കണം, അഗ്നിയാൽ സാക്ഷിയാക്കിക്കൊണ്ട്. ആത്മാവിലാണല്ലോക്കെയാണ് പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മത്തിൽ പോയി പരമാത്മാവിൽ പോയി ലയിക്കുന്നു, ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് നമ്മുടെ ആക്ടിവിറ്റിയെല്ലാം ഉള്ളിലേക്ക് വലിയുന്നു. എന്നിട്ട് 41, 42 പട്ടും വളയുമെല്ലാം അവിടെ ഉപേക്ഷിച്ച്, പിന്നെ എല്ലാം അവിടെ ഉപേക്ഷിക്കണം. എൻ്റേതെന്ന തോന്നൽ വിട്ടവനായി. പിന്നെ എൻ്റേത് എന്ന തോന്നലില്ല, എനിക്കൊന്നും ഇവിടെയില്ല, ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചു. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി. എന്നിട്ട് ശരിക്കും അർക്കപ്പെട്ട ബന്ധനങ്ങളോടും കൂടിയവനായി ഭവിച്ചു. എല്ലാ ബന്ധങ്ങളും അറുത്തു മാറ്റി. എന്താണ് ബന്ധങ്ങൾ? ഭാര്യയില്ല, മക്കളുമില്ല, സഹോദരങ്ങളും ഒന്നുമില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് വരുമ്പോൾ എല്ലാം ഉപേക്ഷിക്കണം. പിന്നെ മക്കളുമില്ല, ഭാര്യയില്ല. ഈ പരിപാടി ആത്മീയതയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചേ പറ്റും. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെല്ലാം പറഞ്ഞ് പ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ. അതിലും ആത്മസാക്ഷാത്കാരത്തിന് പോകുന്നുണ്ടെങ്കിൽ കളയുക. പിന്നെ ബന്ധുക്കളും നാട്ടുകാരും കുടുംബങ്ങളും ഫ്രണ്ട്സും ഒരു പ്രഭാഷണമില്ല, ഒരു ചുക്കുമില്ല, എല്ലാം കടന്നിട്ട് എങ്ങനെ പോകണം എന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. പ്രാണനെ അപാനനെ മൃത്യുവിങ്കലും അതിനെ പഞ്ചഭൂത ശരീരത്തിലും ഹോമിച്ചു. പിന്നെ 42 ഈ ശരീരത്തെ തന്നെ ത്രിഗുണത്താൽ ഹോമിച്ചു. പിന്നെ അതിനെ അവിദ്യയിൽ ഹോമിച്ചു. എന്നിട്ട് എല്ലാറ്റിനെയും ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു. എല്ലാം ഉള്ളോട്ടേക്ക് ഓരോന്നായിട്ട് വലിഞ്ഞിട്ട് അവസാനം എല്ലാം ജീവാത്മാവിനെ ലയിപ്പിച്ച് കഴിഞ്ഞില്ല. ലയിപ്പിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവിടെ ശരീരം വീഴുമായിരുന്നു. അതിലേക്ക് നീക്കി കൊണ്ടുപോയി മുന്നോട്ടേക്ക്. പിന്നെ എല്ലാം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് മനസ്സ് പോവുകയാണ്. ഇത് 43 മരവുരി ധരിച്ചു. വസ്ത്രമെല്ലാം എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മരവുരിയാണ് ധരിച്ചത്. എല്ലാം കളയണം എന്നാണ് ഉപനിഷത്ത് പറയുന്നത്, പക്ഷെ ഇങ്ങനെ മരവുരി ധരിച്ചു. ആഹാരം കഴിക്കുന്നത് നിർത്തി. പിന്നെ ആഹാരമൊന്നുമില്ല, മൗനം അവലംബിച്ചു. പിന്നെ ഒരൊറ്റ വാക്ക് സംസാരിക്കില്ല. തലമുടി പറച്ചിട്ട് ഭ്രാന്തനെപ്പോലെയോ പിശാചിനെപ്പോലെയോ തോന്നുമാറ് തൻ്റെ സ്വരൂപത്തെ കാണിച്ചുകൊണ്ട് രാജാവാണ്.
അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരെ സന്യാസിമാരുടെ ലക്ഷണം ഇതാണ്. മുടിയെല്ലാം പറിച്ചിട്ട് കാണുമ്പോൾ ഭ്രാന്തനെ പോലെ കാണും, പിശാചിനെ പോലെ കാണും. ഇതാണ് സന്യാസിമാരുടെ ലക്ഷണം. കുളിക്കില്ല, നടക്കില്ല, അങ്ങനെ അങ്ങ് പോകും. ആരെയും തിരിഞ്ഞു നോക്കാതെ, ഒരാളോടെയും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഭാര്യനെയും മക്കളെയെല്ലാം. ബ്രഹ്മസാക്ഷാത്കാരം നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, വേറെ എന്താണ് സമാധി എന്ന് പറയുന്നത് തന്നെയാണ് ഇത്. ഭാര്യനെയും മക്കളെയെല്ലാം വിളിച്ചിട്ട് ഓരോ കർമ്മങ്ങളെ ദീപിച്ചിട്ട് എൻ്റെ ശരീരം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയുന്നതല്ല, ശരീരത്തെ കളയുകയാണ്. ഇതിനെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാഗവതത്തിൽ പോലും വിസ്തരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. സന്യാസിയാകുമ്പോൾ ഭ്രാന്തനെ പോലെ ആരോയും തിരിഞ്ഞു നോക്കാതെ, കാതു കേൾക്കാത്തവൻ എന്ന പോലെ യാതൊന്നും കേൾക്കാത്തവനെ പോലെ ഇറങ്ങിപ്പോയി. ആരും ഒന്ന് കാത് കേൾക്കുന്നവനെ കാതും കേൾക്കൂല, അത്തരത്തിൽ ഇറങ്ങിപ്പോണം ഭ്രാന്തനെ പോലെ. ആരെങ്കിലും വിളിച്ചാലൊന്നും പിന്നെ തിരിഞ്ഞു നോക്കരുത്. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. നമ്മൾ ആത്മീയ പ്രഭാഷണത്തിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, ഇതുമായി പോകുന്നു. പക്ഷെ ഈ പ്രഭാഷണം നടത്തവരൊന്നും പോവില്ല. നാട്ടുകാരെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും, എന്താ ഇങ്ങനെ പോകും, ഇതാരാ ഇഷ്ടപ്പെടുക, അത് പറയില്ല. അതുകൊണ്ട് പിന്നെ കുറെ അവിടെ ഇരുന്നിട്ട് കുറെ നാട്ടുകാരും രാഷ്ട്രീയം പറഞ്ഞിട്ട് ആത്മീയ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആത്മീയ പ്രഭാഷണം ഇതാണ്. പക്ഷെ ഇത് ഭാഗവതത്തിലും എല്ലാത്തിലും വിസ്തരിച്ച് ഉപനിഷത്തിലും പറഞ്ഞാൽ ഇതൊന്നും ചുവട്ടിൽ ഒരു പ്രഭാഷണത്തിലും പറയില്ല. എന്നിട്ടോ 44 എന്നിട്ട് ഹൃദയത്തിൽ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട്, അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവര് ഹൃദയത്തിൽ എന്ത് വേണം? പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് മഹാത്മാക്കളിൽ മുൻപ് ഗമിക്കപ്പെട്ടവനായി. ഇവരുടെ കൂട്ടത്തിൽ ആദ്യം മുൻപ് ഗമിക്കുകയാണ്. ഞാനിതാ പോകുന്നു ആദ്യം. മുൻപ് ഗമിക്കപ്പെട്ടവനായി വടക്കോട്ടേക്ക് പോയി. നേരെ വടക്കോട്ടേക്ക് വെച്ച് പിടിച്ചോണം. ഉപനിഷത്ത് പറയുന്നത് ഉടുകുണിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരുടെയും ബന്ധുക്കളെയും എല്ലാം തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ പോക്കുമാണ്. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. നമ്മൾ ആത്മീയ പ്രഭാഷണങ്ങളിൽ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് പറയുന്നവര് അവരവരുടെ ഇരുന്നിട്ട് പറയല്ലാതെ അവരിതേപോലെ പോവില്ല. ഇതെല്ലാവരോടും ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷെ ഇത് പറയൂല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ചോദിക്കും, പിന്നെ സാറിനെന്താ ബ്രഹ്മസാക്ഷാത്കാരം ഒന്നും വേണ്ട, പിന്നെ നമ്മളെ മാത്രം പറഞ്ഞു വിടാൻ നോക്കുന്നത് ചോദിക്കും. അതുകൊണ്ട് ഇക്കാര്യം ഒന്നും മിണ്ടില്ല. ഇത് നമ്മൾ ധരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരം എന്താണ്, പിന്നെന്താണ് ഇപ്പോഴത്തെ മറ്റേന്നുണ്ട് സമാധി എന്നെല്ലാം പറഞ്ഞാൽ എന്തെല്ലോ വലിയ കഴിവുകളാണ് എന്നാണ് ധരിച്ചു വെച്ച്. ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ എന്താ ദിവ്യ ശക്തികൾ നേടുന്നെല്ലാം ധരിച്ചു വെച്ചിട്ടാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. സംഗതി ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ പറ്റിയൊരുത്ത ഇതിന്റെ ഭാഗത്തേ വരില്ല. എന്നിട്ട് വടക്കോട്ടേക്ക് പോയി. ആ ദിക്കിൽ പോയവർ പിന്നെ മടങ്ങി വരില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയാൽ പിന്നെ ഒരുത്തൻ തിരിച്ചു വരുന്ന പരിപാടിയില്ല. പിന്നെ അവിടെ പോയിട്ട് വലിയ വില്ലാളി വീരനെല്ലായിട്ട് ഇവിടെ വന്നിട്ട് പ്രഭാഷണം നടത്തുന്നെല്ലാം ധരിക്കുകയാണെങ്കിൽ അവർ പിന്നെ തിരിച്ചു വരുന്ന പരിപാടിയില്ല. അവിടെ നമ്മൾ ധരിക്കും ഇവരെല്ലാം ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് ഇരുന്നിട്ട് പ്രഭാഷണം നടത്തിയാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ പിന്നെ തിരിച്ചു വരുന്ന പരിപാടിയൊന്നും ഇല്ല. ഇതൊന്നും സത്യത്തിന്റെ മുഖം കുറച്ച് വികൃതമാണ്. ഇനി 45 ഭൂമിയിൽ ജനങ്ങൾ അധർമ്മത്തിന്റെ കൂട്ടുകാരനായ കലിയാൽ സ്പർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടിട്ട് സഹോദരന്മാർ എല്ലാവരും തീരുമാനമെടുത്തവരായി കണ്ടിട്ട് തീരുമാനമെടുക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു. അപ്പൊ സഹോദരന്മാർക്കും തോന്നി കലിയുഗം വന്നു കഴിഞ്ഞ് ഇനി ഇവിടെ ചേട്ടൻ പോയി എന്നാ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും അതേപോലെ വലിച്ചു പിന്നോട്ടേക്ക്. 76 പറയുന്നു, 46 പറയുന്നു, എല്ലാ കർമ്മങ്ങളും വേണ്ടവണ്ണം നിർവഹിച്ചു കഴിഞ്ഞവരായ പാണ്ഡവർ തങ്ങൾക്ക് മികച്ചത് ശ്രീകൃഷ്ണന്റെ പാദരവിന്ദമാണെന്നറിഞ്ഞ്
മനസ്സുകൊണ്ട് ധ്യാനിച്ചു. എല്ലാ കർമ്മങ്ങളും വേണ്ടവണ്ണം നിർവഹിച്ചു കഴിഞ്ഞവരായ പാണ്ഡവർ എല്ലാ കർമ്മങ്ങളും നമുക്കുള്ള കർമ്മങ്ങൾ പറഞ്ഞ് ചെയ്ത് തീർത്തതിൻ്റെ ശേഷം മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റുള്ളൂ. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇവിടെ കുറേ ജോലികൾ കിടക്കുകയാണ്. കിളക്കണം, പിടിക്കണം, കുട്ടികളെ വളർത്തണം, കുട്ടികളെ പഠിപ്പിക്കണം, ഇതെല്ലാം ചെയ്ത ജോലി പെൻഡിങ് കിടക്കുന്നവരോട് ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് അങ്ങോട്ടേക്കാണ്, ഇതെല്ലാം കളഞ്ഞു പോകുന്നു അറിയില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം. ശരി തന്നെ, ബ്രഹ്മസാക്ഷാത്കാരം അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ആരോടാ പറയുന്നത്? നാളെ കുറേ ജോലി ചെയ്ത് തീർക്കാൻ അതിൻ്റെ ഇടക്ക് കിട്ടിയ ഒരു സമയത്തിന് വന്നത് കേൾക്കാൻ വേണ്ടിയിരിക്കുന്നത് അവരോട് എന്ത് പറയില്ല? അതെല്ലാം മതിയാക്കുക, അതെല്ലാം നായികയാണ്, അതെല്ലാം വിട്ടിട്ട് നീ മക്കളെ നോക്കേണ്ട ഒരു ചുക്കും വേണ്ട, നീ നേരെ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകില്ല ആ പ്രഭാഷണത്തിൽ. അപ്പം നമ്മൾ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് വേദപുരാണ ഉപനിഷത്തുകൾ പറയുന്നതൊന്നുമല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം എന്ത് ചെയ്തു? നമ്മളെ കർമ്മങ്ങളെല്ലാം തീർന്ന് അതുകൊണ്ട് ഇനി കൃഷ്ണനിൽ പോയി ലയിക്കുക എന്ന നിലയിൽ അവരങ്ങ് പോയി. ഇനി 47, 48 എന്നിട്ട് അവർക്കെന്ത് സംഭവിച്ചു എന്ന് പറയാണ്. ഭാഗവധ്യാനം കൊണ്ട് ഭക്തിയാൽ വിശുദ്ധ ബുദ്ധിയോടുകൂടി ഇവരായി അവർ ആ ശ്രീനാരായണ തൃപ്പാദത്തിൽ, ഇപ്പം ശ്രീനാരായണനിലേക്ക് പറഞ്ഞ് കൃഷ്ണൻ എന്നെല്ലാം വിട്ടിട്ട് അവർ പിന്നെ എവിടെ എത്തണം? നാരായണൻ കഴിഞ്ഞിട്ട് പിന്നെ എവിടെ എത്തണം? ബ്രഹ്മത്തിൽ. ബ്രഹ്മം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഏകാഗ്രചിത്രരായി പാപകം അകന്നവരായി ആ സ്ഥാനവും രജോ ഗുണം വിട്ടവരുടെ ആത്മസ്വരൂപമായി ഭവിച്ചു. അങ്ങനെ ആ ബ്രഹ്മസാക്ഷാത്കാരമായി മാറണം. എല്ലാ രജോ തമോ ഗുണങ്ങളെല്ലാം വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരണം. പിന്നെ 49 ആത്മതത്വജ്ഞാനായ വിദൂരരും പ്രഭാസതീർത്ഥത്തിൽ കൃഷ്ണധ്യാനത്തിലൂടെ ശരീരത്തെ ഉപേക്ഷിച്ചു. ഇതെല്ലാം അറിഞ്ഞ വിദൂരരും എന്ത് ചെയ്തു? ശരീരത്തെ ത്യജിക്കുകയാണ്. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ത്യജിക്കുകയാണ്. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ എൻ്റെ ശരീരം ഇങ്ങനെ കല്ലെല്ലാം കെട്ടി നല്ല ഭംഗിയായിട്ട് വെക്കണം, അല്ലെങ്കിൽ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഗംഗയെ കൊണ്ടൊഴുക്കണം. ശരീരത്തെ വേണ്ട, ആത്മാവാണ് നമ്മൾ. ഇതാണ് ആത്മീയതയുടെ ലക്ഷണം. അതെല്ലാം ഇന്ന് വിട്ടിട്ട് നമ്മളെന്താണ്? നമ്മളെ ശരീരം കൊണ്ട് നടക്കുകയാണ്. ഈ ബ്രഹ്മസാക്ഷാത്കാരം ആയി എന്ന് പറയുന്നവർ പറയുന്നത് എന്താണെന്നറിയാം? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം എടുത്തിട്ട് ഇങ്ങനെയല്ല എല്ലാ ലോകത്തിൽ ഇന്നെല്ലാം ചെയ്തിട്ട് ഇന്ന വെക്കണം. ഈ ശരീരം വിഴുപ്പ് ഇത്ര കാലം പാടുപെട്ടിട്ടെടുത്ത് ദൂരെ കളയാൻ ശ്രമിച്ച സാധനം, അഴുക്കായിട്ട് കണ്ട് കളഞ്ഞ സാധനത്തെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർ അല്ലെങ്കിൽ സമാധി നേടുന്നവർ അതിനെ എടുത്തിട്ട് പരിപാലിക്കാം. എന്നിട്ട് ശരീരത്തെ ഉപേക്ഷിച്ചു പിതൃദേവന്മാരോടുകൂടി തൻ്റെ അധികാരസ്ഥാനത്തേക്ക് പ്രയാണം ചെയ്തു. ആര്? വിതുരരും തൻ്റെ പൂർവികരോടൊപ്പം പോയ വഴിയിലൂടെ അദ്ദേഹം പോയി. എവിടെയാ എത്തേണ്ടതാവും? അധികാര സ്ഥാനം എവിടെയാണ്? ആ ബ്രഹ്മം തന്നെ. ബ്രഹ്മത്തിലെത്തിയാൽ പിന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനം തന്നെയാണല്ലോ. അവരും അവിടത്തേക്ക് വിതുരരും എത്തിച്ചേർന്നു. 50 പിന്നെ പാഞ്ചാലിയും ഭർത്താക്കന്മാരുടെ അപേക്ഷ ഇല്ലാതെ തന്നെ, ഭർത്താക്കന്മാരൊന്നും പറഞ്ഞില്ല പാഞ്ചാലിയോട് പോരി എൻ്റെ നമ്മളെ പിന്നാലെ എന്ന്. അവരെല്ലാം പരിപാടിയിൽ അങ്ങ് പോയി. കാരണം പിന്നെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് തിരിഞ്ഞു നോക്കിയിട്ട് ഇതൊന്നും പരിപാടിയൊന്നുമില്ല. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയ ഒരു പോക്കാണ്. പിന്നെ നീ റെഡിയായിട്ട് ഇടുന്നിട്ട് കാര്യം ഇതൊന്നും ചോദിക്കുന്ന പരിപാടിയില്ല. അവരവരങ്ങ് പോകലാണ്. ബാക്കിയുള്ളവരോടൊന്നും ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ എന്താണ്? വാസുദേവനിൽ ഏകാഗ്രചിത്രരായി അവിടത്തെ തന്നെ പ്രാപിച്ചു. പാഞ്ചാലിയും ബ്രഹ്മത്തിൽ തന്നെ പോയി ലയിച്ചു. ഇനി 51
ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിക്ക് പാത്രീഭൂതമായ പാണ്ഡുപുത്രന്മാരുടെ ഈ വിധം മംഗളകരവും പരിശുദ്ധവുമായ മഹാപ്രസ്ഥാന ചരിത്രത്തെ യാതൊരാൾ ശരിയായ നിലയിൽ ശ്രവിക്കുന്നുവോ അവൻ ശ്രീകൃഷ്ണനിൽ ഭക്തിയെ ലയിച്ച് സൽഗതിയെ പ്രാപിക്കും. ഈ കഥ യാതൊരാൾ ശരിയായ നിലയിൽ ശ്രമിക്കുന്നു, ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അല്ല കഥ രൂപത്തിൽ ഇവരെല്ലാം എവിടെയോ പോയി ലയിച്ചു എന്നുള്ള നിലയിലല്ല. ഇതുവരെ പറഞ്ഞ കാര്യം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ഭംഗിയായി ചെയ്തു കൊടുക്കുക, ഇതാണ് നമ്മുടെ ധർമ്മം. അല്ലാതെ ഞാനെന്ന ചിന്ത വെച്ച് ഒരു കർമ്മവും ചെയ്യരുത്. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെല്ലാം തീരുമ്പോൾ ഞാനെന്ന ചിന്തയില്ലാതെ ആരൊരാൾ കർമ്മം ചെയ്യുന്നുവോ അവർക്ക് അവരുടെ കർമ്മം തീരുമ്പോൾ വിരക്തി വരികയും പിന്നെ ബന്ധങ്ങളൊന്നുമില്ല. വിരക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധമില്ല. നമുക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ മമത ഉണ്ടാകുമ്പോഴാണ് ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ എന്ന ചിന്ത വരുന്നത്. ഒരാഗ്രഹവും മനസ്സിലില്ലെങ്കിൽ ബന്ധങ്ങൾ അതോടെ പൊട്ടും. ആ ശക്തി നമ്മളൊരു ഞാനെന്ന വികാരമുണ്ടാക്കി കാമവും ക്രോധവും എല്ലാം ഉണ്ടാക്കി ബന്ധങ്ങൾ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് മനുഷ്യരെല്ലായിട്ട് കൂട്ടുകൂടിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ഒരാൾ വിചാരിച്ച കർമ്മം ചെയ്യാൻ അപ്പം മറ്റുള്ളവരോട് കൂടണം, സഹായിക്കാൻ വേറെ ആളെ വേണം, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. കർമ്മം തീരുമ്പോൾ പിന്നെ ഇനിയൊന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കില്ല. അതാണ് വിരക്തി എന്നൊരവസ്ഥ. അത് നമുക്ക് വരണം. ആ വന്നവർക്കുള്ളതാണ് ബ്രഹ്മസാക്ഷാത്കാരം, ആത്മീയത. ബാക്കിയുള്ളവർക്കൊന്നും ആത്മീയതയില്ല, ആത്മീയതയുടെ കാര്യമേ വരുന്നില്ല. ഇത് മനസ്സിലാക്കണം. പിന്നെ ബാക്കിയുള്ളവർക്കുള്ള എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ? കൃഷ്ണൻ ഉപദേശിച്ചത് കർമ്മമാർഗമാണ്. അതായത് നമ്മളെ ചെയ്യേണ്ട, നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനാണെന്നുള്ള തത്വം മനസ്സിലാക്കിയിട്ട് നമ്മളെ കർമ്മം ചെയ്തങ്ങ് കൊടുത്തേക്കുക. ഞാനെന്ന ചിന്തയും വേണ്ട, ഭാര്യയോ മക്കളോ ഒരു ചിന്തയും വേണ്ട. എനിക്കൊരു കർമ്മം ചെയ്യാൻ. നമ്മളിപ്പോൾ ഓഫീസിൽ പോയാൽ എങ്ങനെ കർമ്മം ചെയ്ത് കൊടുക്കുന്നു? വീട്ടിലെ ഭാര്യനെയും മക്കളെയും അച്ഛനെയും അമ്മേനെയും ഉദ്ദേശിച്ചിട്ടാണ്. അവിടെ എന്താണ് ജോലിയുള്ളത് അതങ്ങ് ചെയ്തു കൊടുക്കും. അല്ലാതെ വീട്ടുകാരെയൊന്നും ആലോചിക്കുക പോലുമില്ല. ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരാൾ കിടക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ പോകുന്ന വീട്ടിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന പോലും നമുക്ക് കിട്ടില്ല. ഫോൺ എടുത്തിട്ട് വിളിക്കുമ്പോൾ ഹിന്ദിക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ ഹിന്ദിക്കാരും ബംഗാളികളെല്ലാം ജോലിക്ക് വരുമല്ലോ. ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. വീടുമായിട്ട് ബന്ധപ്പെടുന്നു നമുക്ക് ഇഷ്ടപ്പെടുമോ? നീ ഇവിടുത്തെ കർമ്മം ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ്റെ യഥാർത്ഥ ജോലി എന്താണ്? ഇവിടുത്തെ കർമ്മം. വീട്ടുകാരെയാലും പിന്നെ വൈകുന്നേരം. അതുപോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്ത് കൊടുത്തേക്കും. അതിൽ പിന്നെ ബന്ധുക്കളെയും കുടുംബങ്ങളെയും ഒന്നും ചിന്തിക്കണ്ട. നമ്മളിവിടെ ഒരു കർമ്മം ചെയ്യാനാണ് നമ്മളെ വിട്ടിരിക്കുന്നത്, അത് ചെയ്തു കൊടുക്കുക. പിന്നെ സമൂഹത്തിൽ എല്ലാവരുമായിട്ട് കൂടിയിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമാകുമ്പോൾ എല്ലാവരും കൂടി തന്നെ പ്രവർത്തിക്കണം. സമൂഹ ജീവിയാണ്. അപ്പം ഭാര്യയായിട്ട് അതൊന്നും വേണ്ടെന്നില്ല. ഭാര്യയ്ക്ക് ചെയ്യേണ്ട കർമ്മമുണ്ട്, അതും ചെയ്തു കൊടുക്കണം. മക്കൾക്ക് ചെയ്യേണ്ട കർമ്മം അതും നമ്മളെ ജോലി തന്നെയാണ്, ചെയ്തു കൊടുക്കണം. അത് ബന്ധം വെച്ചല്ല, സ്നേഹം വെച്ചല്ല, ഒരു ചുക്കും ഇല്ലാതെ, ഒരു ബന്ധുവും ചിന്തിക്കാതെ ഇവന് ഭാര്യക്ക് ചെയ്യേണ്ടത് എൻ്റെ ധർമ്മമാണ്, അത് ചെയ്യുന്നു. മകന് ഇന്നാ ചെയ്തു കൊടുക്കാനുണ്ട്, അത് ചെയ്യുന്നു. ലോകത്തിന് ഇന്നാ ചെയ്യാണ്ട്, അത് ചെയ്യുന്നു. ആ നിലയിൽ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം ആ കൃഷ്ണനിൽ ലയിക്കാം. ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മാത്രം. അല്ലെങ്കിൽ ഞാനെന്ന ചിന്തയും വെച്ചുകൊണ്ട് ജനിച്ച് മരിച്ച് ഇതാണ് ഇതിൻ്റെ സത്യം.